രാജീവിൻ്റെ അനുരാഗം ഒറ്റപ്പാട്ടിൽ അവസാനിക്കുന്ന മനോഹരമായ ഒരു പ്രണയകഥ. ഹെഡ്ഫോൺ ഉപയോഗിക്കുക. വീട്ടിൽ ഒരുപാട് അതിഥികൾ ഉള്ളതുകൊണ്ട് കിടക്കാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ കിടന്നാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. രാജീവിൻ്റെ മുറിയിലേക്ക് കയറിക്കൊണ്ട് അനു പറഞ്ഞു, എടി വിവരമില്ലാത്തവളെ, മറ്റുള്ളവരുടെ മുറിയിൽ കയറുന്നതിന് മുമ്പ് വാതിലിൽ മുട്ടണമെന്ന് നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലേ? താൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ബട്ടണുകൾ വേഗത്തിലിട്ടുകൊണ്ട് രാജീവ് ദേഷ്യത്തോടെ ചോദിച്ചു. രാജീവിൻ്റെയും അനുഷ്കയുടെയും വിവാഹം ഒരു മാസം മുൻപാണ് കഴിഞ്ഞത്. പക്ഷേ ഇന്നാണ് അവൾ സ്വന്തം വീട്ടിൽ നിന്നും രാജീവിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതും വീട്ടിൽ ഒരു പൂജ നടക്കുന്നതിനാൽ. രാജീവിന് ഈ വിവാഹം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൻ മറ്റൊരാളെയായിരുന്നു സ്നേഹിച്ചിരുന്നത്. നീ താഴെ കിടന്നോ, ഞാൻ കട്ടിലിൽ കിടന്നോളാം, അവൻ നീരസത്തോടെ പറഞ്ഞു. 3 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ദിവസം പൂജാമുറിയിൽ നിന്ന് നേരിയ ചന്ദനത്തിരിയുടെ സുഗന്ധം വരുന്നുണ്ടായിരുന്നു. ദേവകിയുടെ രാവിലത്തെ പൂജ കഴിഞ്ഞിരിക്കുന്നു. രാജീവ് ഒരു ചിരിയോടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ടൈ ശരിയാക്കിയ ശേഷം തൻ്റെ ബാഗുമെടുത്ത് മുറിക്ക് പുറത്തിറങ്ങി. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അമ്മയോട് യാത്ര പറയാനായി അവൻ അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അവൻ പതുക്കെ വാതിൽ തുറന്നു. ഉള്ളിൽ മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. ദേവകി കട്ടിലിൽ ഇരിപ്പുണ്ട്. വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് എന്തോ ആലോചനയിൽ മുഴുകി അവർ ഭിത്തിയിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അമ്മേ, ഗുഡ് മോർണിംഗ്. അവൻ അകത്തേക്ക് കയറി അവർക്കരികിലിരുന്നു. യാത്ര പറഞ്ഞ് ഉടനെ പോകാനായിരുന്നു ഭാവമെങ്കിലും അമ്മയുടെ മുഖത്തെ വിഷമം കണ്ട് അവൻ അവിടെ തന്നെ ഇരുന്നു. നീ ഇറങ്ങിയോ? നീ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ ഇന്ന് അല്പം വൈകിപ്പോയി. മറുപടി വന്നെങ്കിലും അതിൽ പതിവുള്ള സ്നേഹവും ഊഷ്മളതയും ഇല്ലായിരുന്നു. കഴിച്ചു, സീത ചേച്ചി എടുത്തു തന്നിരുന്നു. രാജീവ് അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്തോ ക്ഷീണം ബാധിച്ചതായി അവന് തോന്നി. അവൻ മുന്നോട്ട് നീങ്ങി അമ്മയുടെ കൈകളിൽ പിടിച്ചു ചോദിച്ചു, എന്തു പറ്റി അമ്മേ, സുഖമില്ലേ? അതോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവകി അവനെ കൂർപ്പിച്ചു നോക്കി. എന്നോടങ്ങനെ എന്തെങ്കിലും പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? എൻ്റെ നേർക്കൊന്ന് നോക്കാൻ പോലും ആർക്കും ധൈര്യമില്ല. അത് കേട്ട് രാജീവിൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞെങ്കിലും അവൻ പെട്ടെന്ന് ഗൗരവക്കാരനായി. പിന്നെ എന്തിനാണ് ഈ സങ്കടം? അമ്മ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? അമ്മ എപ്പോഴും ചിരിച്ചുകൊണ്ട് എന്നോട് സംസാരിക്കുന്നതാ എനിക്കിഷ്ടം. അവൻ്റെ സംസാരം കേട്ട് ദേവകി ഒരു ദീർഘശ്വാസമെടുത്തു. പതുക്കെ പറഞ്ഞു, ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോകും മോനെ. വിഷമിക്കുകയല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ സുമിത്രാൻ്റിയുടെ ഫോൺ വന്നിരുന്നു. അവർ അനുവിനെക്കുറിച്ച് ഓർത്ത് വലിയ വിഷമത്തിലാണ്. 2 ആലോചനകളാണ് ഇപ്പോൾ മുടങ്ങിപ്പോയത്. കുടുംബക്കാരും നാട്ടുകാരും മുഴുവൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് അവൾ പറയുന്നത്. ആളുകൾ പലവിധ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പോലും. അവർ വിഷമത്തോടെ തല താഴ്ത്തി. ഇത്ര ചെറിയ പ്രായത്തിൽ എന്തൊക്കെയാണ് അവൾ അനുഭവിച്ചത്? അച്ഛൻ്റെ തണലില്ല, സഹോദരങ്ങളോ കുടുംബക്കാരോ ഇല്ല. അമ്മയാണെങ്കിൽ ഹൃദ്രോഗിയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി കഴിയാറായി. അതിനിടയിലാണ് ആളുകൾ ഇല്ലാത്തതും പറഞ്ഞ് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. നിന്റെ മകൾക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് കല്യാണം മുടങ്ങുന്നതാണെന്നത്രേ എല്ലാവരും സുമിത്രയോട് പറയുന്നത്. രാജീവ് തോളുകൾ അനായാസമായി കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, അവൾക്ക് വെറും 20 വയസ്സേ ഉള്ളൂ. 2 കല്യാണാലോചനകൾ മുടങ്ങിയെന്ന് വെച്ച് എന്താ ലോകം അവസാനിച്ചോ? ഇനിയും ആലോചനകൾ വരും. അമ്മ ആവശ്യമില്ലാതെ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കുകയാണ്. ഇത്രയും ആദ്യ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. സുമിത്രാൻ്റിക്ക് സ്വന്തം മകളുടെ കാര്യം നോക്കാനറിയാം. അമ്മ എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഞാനല്ലേ നിങ്ങളുടെ മകൻ. മറ്റുള്ളവരുടെ മക്കളെ ഓർത്ത് അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ടതില്ല. ദേവകി അവനെ സൂക്ഷിച്ചു നോക്കി. കാര്യം നിനക്ക് മനസ്സിലാകില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ 2 തവണ കല്യാണം മുടങ്ങുന്നത് തമാശയല്ല. ആളുകൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അത് ചെറിയ കാര്യമൊന്നുമല്ല. അവൾ എൻ്റെ കൂട്ടുകാരിയുടെ മകളായിരിക്കാം. പക്ഷേ എനിക്കെൻ്റെ സ്വന്തം മകളെ പോലെയാണ്. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കേട്ടതും രാജീവ് അക്ഷമയോടെ വാച്ചിലേക്ക് നോക്കി. ആളുകൾ പലതും പറയും. നമ്മൾ എന്തിനാണ് അവർ പറയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? അമ്മയും അതൊന്ന് മനസ്സിലാക്ക്. പിന്നീട് സുമിത്ര ആൻറ്റിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ദേവകി അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ രാജീവ്. അവൾ വളരെ നല്ല കുട്ടിയാണ്. ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയാം.
പോരാത്തതിന് നല്ല സൗന്ദര്യവുമുണ്ട്. അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നിനക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. അവൻ തലയാട്ടിയെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ഉടലെടുത്തു. അമ്മയുടെ ഈ പെട്ടെന്നുള്ള ഭാവമാറ്റം അവനെ അത്ഭുതപ്പെടുത്തി. ദേവകി തുടർന്നു. രണ്ടാമതും അവളുടെ കല്യാണം മുടങ്ങിയതോടെ നിന്നോട് ചോദിക്കാതെ തന്നെ നിന്നെക്കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാമെന്ന് ഞാൻ സുമിത്രയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജീവ് ഞെട്ടിപ്പോയി. അവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അമ്മേ, അവൻ ദേഷ്യത്തിൽ വിളിച്ചു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്നോട് ചോദിക്കാതെ അമ്മ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ദേവകി നിവർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റെ അമ്മ ആയതുകൊണ്ട്. നിന്റെ നല്ലതിനല്ലാതെ ഞാനൊന്നും ചെയ്യില്ല. അവൻ ദീർഘശ്വാസമെടുത്ത് തലമുടി കോതി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടമ്മേ. മുറിയിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു. ദേവകിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വില നീ തരുന്നുണ്ടോ രാജീവ്? രാജീവ് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. അങ്ങനെയല്ല അമ്മേ. അമ്മയ്ക്ക് എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഈ തീരുമാനം, ഇത് ഞാൻ അംഗീകരിക്കില്ല. എന്തു വന്നാലും ശരി, അവൻ ശാഠ്യത്തോടെ പറഞ്ഞു. അവൻ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് വാതിലിന് നേരെ നടന്നു. രാജീവ് നിൽക്ക്. ദേവകി പിന്നിൽ നിന്ന് വിളിച്ചെങ്കിലും അവൻ നിന്നില്ല. വാതിൽ പതുക്കെ അടഞ്ഞു. മുറിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. ദേവകി കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസമെടുത്തു. അതേസമയം 2 മുറികൾ മാത്രമുള്ള ആ ചെറിയ വീട്ടിലെ അടുക്കളയിൽ നിന്നും ചായ തിളയ്ക്കുന്ന മണവും കൂടെ പ്രഷർ കുക്കറിൻ്റെ വിസിലടിയും കേൾക്കാമായിരുന്നു. ഭിത്തികളിൽ നേരിയ ഈർപ്പത്തിൻ്റെ അടയാളങ്ങളുണ്ടായിരുന്നു. വെളുത്ത ചുണ്ണാമ്പ് പൂശിയിട്ട് അത് പൂർണ്ണമായും മറഞ്ഞിരുന്നില്ല. സുമിത്ര പതുക്കെ അനുവിൻ്റെ മുറിയുടെ വാതിൽ തുറന്നു. ചെറിയ മുറിയായിരുന്നെങ്കിലും വൃത്തിയായി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് മരത്തിൻ്റെ അലമാരയും മറുഭാഗത്ത് പുസ്തകങ്ങളും കളർ മാർക്കറുകളും നിറഞ്ഞ പഠനമേശയും ഉണ്ടായിരുന്നു. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് അനു തൻ്റെ ദുപ്പട്ട ശരിയാക്കുകയായിരുന്നു. അവളുടെ നീളമുള്ള മുടി സാധാരണ പോലെ മെടഞ്ഞിട്ടിരുന്നു. മുഖത്ത് എപ്പോഴുമുള്ള പരിഭ്രാന്തി ഉണ്ടായിരുന്നു. മോളെ, ഒരു കാര്യം ചെയ്. സുമിത്ര നേരിട്ട് കാര്യത്തിലേക്ക് കടന്നു. നീ ഇന്ന് കോളേജിൽ പോകണ്ട. നിന്റെ ദേവകി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിക്കോ. എന്നിട്ട് ഇന്ന് രാത്രി അവിടെ താമസിച്ചോ. അനു ഞെട്ടലോടെ കണ്ണാടിയിലൂടെ അമ്മയെ നോക്കി. എന്താ അമ്മേ, ഞാൻ എന്തിനാണ് അവിടെ പോകുന്നത്? അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, അടുത്ത ആഴ്ച എൻ്റെ ഫൈനൽ എക്സാം തുടങ്ങാൻ പോവുകയാണ്. എനിക്കാണെങ്കിൽ കുറേ അസൈൻമെൻറ്റുകളും പ്രൊജക്റ്റ് വർക്കുകളും ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് ലീവ് എടുക്കാൻ കഴിയില്ല. അവൾ തിരിഞ്ഞു നിന്ന് ദുപ്പട്ട തോളിലിട്ടുകൊണ്ട് പറഞ്ഞു. അതുമല്ല, ഇന്നലെ രാത്രിയും ഞാൻ ആൻറ്റിയോട് സംസാരിച്ചതാണല്ലോ. ആൻറ്റി എന്നോട് വരാനൊന്നും പറഞ്ഞതുമില്ലല്ലോ. സുമിത്ര മിണ്ടാതെ അവളെ നോക്കി നിന്നു. അനു മടിയോടെ പറഞ്ഞു. പിന്നെ രാജീവിന് ഞാൻ അവിടെ പോകുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്കും താല്പര്യമില്ല അവിടേക്ക് പോകാൻ. അനു, മിണ്ടാതിരിക്കെ. സുമിത്രയുടെ ശബ്ദം പെട്ടെന്നുയർന്നു. രാജീവിനെ നീ പേര് വിളിക്കുന്നോ? നിന്നേക്കാൾ വയസ്സിന് മൂത്തതല്ലേ അവൻ? ഇനിമേൽ രാജീവേട്ടൻ എന്ന് വിളിച്ചാൽ മതി. അനു പേടിച്ചുപോയി. അമ്മേ, ഞാൻ ചുമ്മാ. ഇനി പേര് വിളിക്കുന്നത് ഞാൻ കേൾക്കരുത്. സുമിത്ര മുന്നോട്ട് വന്ന് അവളുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അവിടെ പോയി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അവൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നോക്ക്. മനസ്സിലായോ? അനുവിനൊന്നും മനസ്സിലായില്ല. പക്ഷേ എന്തിന്? അമ്മേ, അദ്ദേഹം എനിക്ക് അപരിചിതനായ ഒരു പുരുഷൻ മാത്രമല്ലേ. അമ്മ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു മകളോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അവളുടെ ചോദ്യം സുമിത്രയെ ദേഷ്യം പിടിപ്പിച്ചു. നിനക്ക് എന്താ പറ്റിയത് അനു? നിനക്ക് അവനെ കല്യാണം കഴിക്കേണ്ടേ? നിനക്ക് വന്ന 2 ആലോചനകൾ മുടങ്ങിയതാണ്. അത് ചെറിയ കാര്യമാണോ? നാട്ടുകാർ നിന്നെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്കൊരു ഊഹവുമില്ല. അനുഷ്ക സാധാരണ മട്ടിൽ പറഞ്ഞു. 2 ആലോചനകൾ മുടങ്ങിയെന്നേ ഉള്ളൂ, അല്ലാതെ കല്യാണം അല്ല മുടങ്ങിയത്. അതിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. കല്യാണം ദൈവത്തിൻ്റെ കയ്യിലാണ്. നടക്കേണ്ട സമയത്ത് അത് നടക്കും. എനിക്ക് ഒരു പുരുഷൻ്റെയും പിന്നാലെ നടക്കാൻ സമയമില്ലമ്മേ. എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അവളുടെ സംസാരം കേട്ട് സുമിത്ര ദേഷ്യത്തോടെ പറഞ്ഞു. ഇനി രാജീവ് നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിൻ്റെ കല്യാണം പിന്നീട് ഒരിക്കലും നടക്കില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. അവനെ എങ്ങനെയെങ്കിലും നീയുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അനു ഒരടി പിന്നോട്ട് മാറി. അമ്മ എന്താണ് ഈ പറയുന്നത്? എനിക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. നീ പോകണം. അവൻ്റെ മനസ്സിൽ ഇടം നേടുകയും വേണം. നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. സുമിത്രയുടെ ശബ്ദമിടറി. അമ്മേ, അനുവിൻ്റെ കൈകൾ വിറച്ചു. അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ പെട്ടെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. സുമിത്ര അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ പിടിയിൽ വലിയ സങ്കടവും പ്രതീക്ഷയും ഉണ്ടായിരുന്നു.
മോളെ, ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. എന്താണ് അവന് ഒരു കുറവുള്ളത്? സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, നല്ല ജോലിയും പണവുമുണ്ട്. നീ രാജീവിനെ തന്നെ കല്യാണം കഴിക്കണം. അവനെ കൊണ്ട് നീ തന്നെ ഇത് സമ്മതിപ്പിക്കണം. മനസ്സിലായോ? മുറിയിൽ കുറച്ചു നേരം പൂർണ്ണ നിശബ്ദതയായിരുന്നു. പുറത്ത് തെരുവിൽ പച്ചക്കറി വിൽക്കുന്നയാളുടെ ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി തല താഴ്ത്തി നിന്നു. സുമിത്ര അവളുടെ കൈവിട്ട് വാതിലിന് നേരെ നടന്നു. നീ വേഗം ഒരുങ്ങാൻ നോക്ക്. ഇനിയും വൈകരുത്. കോളേജിൽ 2 ദിവസം കഴിഞ്ഞു പോകാം. വാതിലടയുന്ന ശബ്ദം കേട്ടപ്പോൾ അനു അവിടെ തന്നെ തറഞ്ഞു നിന്നു. കണ്ണാടിയിൽ അവളുടെ ചുവന്ന മുഖവും നിറഞ്ഞ കണ്ണുകളും കാണാമായിരുന്നു. അവൾ വിറയലോടെ കട്ടിലിൽ ഇരുന്നു. സമയം പതുക്കെ കടന്നുപോയി. അമ്മ പറഞ്ഞതുപോലെ അവൾ ദേവകിയുടെ വീട്ടിലെത്തി. അവളെ കണ്ട ദേവകി സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. സുമിത്ര പറഞ്ഞതു തന്നെയായിരുന്നു ദേവകിയുടെയും മനസ്സിൽ. എങ്ങനെയെങ്കിലും രാജീവിനെ കൊണ്ട് അനുവിനെ കല്യാണം കഴിപ്പിക്കണം. അവൾ നിസ്സഹായയായി ദേവകിയെ നോക്കി. അവർ ചിരിച്ചുകൊണ്ട് അവളോട് മകന് ഇഷ്ടമുള്ള ദം ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞ് അടുക്കളയിലേക്ക് പറഞ്ഞുവിട്ടു. അവിടെ അവളുടെ സഹായത്തിന് സീതയും ഉണ്ടായിരുന്നു. ഉച്ചവെയിൽ തറവാട്ടുമുറ്റത്തേക്ക് നേരിട്ട് പതിക്കുന്നുണ്ടായിരുന്നു. വെളുത്ത മാർബിൾ തറ വെയിലിൽ തിളങ്ങി. അവിടെ ഉണ്ടായിരുന്ന വേപ്പുമരത്തിൻ്റെ തണൽ ഒരു വശത്തേക്ക് ഒതുങ്ങിയിരുന്നു. ഉമ്മറത്ത് നല്ല തണുപ്പായിരുന്നെങ്കിലും അടുക്കളയിലെ അടുപ്പിൻ്റെ ചൂട് കാരണം അന്തരീക്ഷം വിയർക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലാകെ മസാലകളുടെ നല്ല സുഗന്ധം നിറഞ്ഞു. അനു ബിരിയാണി ചെമ്പിൻ്റെ അടപ്പിനു മുകളിൽ കനൽ കോരിയിടുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അതിനിടയിൽ ദേവകി ഇടയ്ക്കിടെ അടുക്കളയിൽ വന്ന് ഒരേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മോളെ, നീ തന്നെ രാജീവിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. നിന്റെ അമ്മയുടെ കൂടി ആഗ്രഹമാണിത്. അനു പലതവണ സൗമ്യമായി പറഞ്ഞു നോക്കി. ആൻറ്റി ആരെയും നിർബന്ധിച്ച് ഒരു ബന്ധം ഉണ്ടാക്കിയതുകൊണ്ട് അതൊരിക്കലും നിലനിൽക്കില്ല. പക്ഷേ ദേവകി കൈ കാണിച്ച് അവളെ തടയും. നീ ഇപ്പോഴും കുട്ടികളെപ്പോലെയാണ് സംസാരിക്കുന്നത്. ഒരു പുരുഷനെ കയ്യിലെടുക്കാൻ പെണ്ണിന് അറിഞ്ഞിരിക്കണം. അവൾ ഓരോ ചിന്തകളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടത്. അമ്മേ, അമ്മ എവിടെയാ? അവൻ അമ്മയെ വിളിച്ച് വേഗത്തിൽ അടുക്കളയിലേക്ക് വന്നു. എന്നാൽ അവിടെ അനുവിനെ കണ്ടതും രാജീവ് വാതിൽക്കൽ തന്നെ നിന്നുപോയി. പെട്ടെന്ന് അവൻ്റെ മുഖഭാവം മാറി. നെറ്റി ചുളിഞ്ഞു. അനു തിരിഞ്ഞു നോക്കി. നീ എപ്പോഴാണ് വന്നത്? ഇവിടെ അടുക്കളയിൽ എന്താ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. ഞാൻ രാവിലെ വന്നതാ, അവൾ തലതാഴ്ത്തി പറഞ്ഞു. അവൻ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നതാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഭക്ഷണം ഞാൻ എടുത്തു വയ്ക്കാം. സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ബിരിയാണി വിളമ്പാൻ തുടങ്ങി. രാജീവ് ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ. നിന്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ മാത്രമേ കല്യാണം കഴിക്കൂ. അനുവിൻ്റെ കയ്യിലിരുന്ന തവി ചെറുതായൊന്നു വിറച്ചു. അമ്മ കുറച്ച് ദിവസമായി നിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നീയും തുടങ്ങുകയാണോ? അതിനുവേണ്ടിയാണോ ഈ നാടകങ്ങളൊക്കെ കാണിക്കുന്നത്? എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുക, എൻ്റെ അമ്മയുടെ പിന്നാലെ നടക്കുക. നിനക്ക് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന മറ്റാരെയെങ്കിലും കണ്ടെത്തിക്കോ. അതാ നല്ലത്. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഒരടി മുന്നോട്ട് വന്നു. നീ നിൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കാറുണ്ടോ? അവർ എങ്ങനെയാ ഇതൊക്കെ സഹിക്കുക? അനു തല ഉയർത്തി നിറകണ്ണുകളോടെ പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. അവൻ അവളെ തടഞ്ഞു. മതി, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് നീ വിചാരിക്കേണ്ട. ഞാൻ ഇപ്പോഴേ വ്യക്തമായി പറയുകയാണ്. പിന്നീട് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറയരുത്. അടുക്കള കുറച്ചു നേരത്തേക്ക് നിശബ്ദമായി. അനുവിന് നാണക്കേടും ദേഷ്യവും ഒരുപോലെ തോന്നി. അങ്ങനെയല്ല രാജീവേട്ട, എനിക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ നിങ്ങളുടെ അമ്മയും എൻ്റെ അമ്മയും എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണമെന്നാണ് അവർ പറയുന്നത്. അവൾ ധൈര്യം സംഭരിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സത്യം പറഞ്ഞു. എനിക്കറിയാം, ആരുടെയും തലയിൽ തോക്ക് വെച്ച് സമ്മതിപ്പിക്കേണ്ട കാര്യമല്ല വിവാഹം. പക്ഷേ ഞാൻ... രാജീവ് കൈ കാണിച്ച് അവളെ തടഞ്ഞു. മതി, നിർത്ത്. അവൻ്റെ ശബ്ദമുയർന്നു. എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ അമ്മയിൽ നിന്നും എന്നിൽ നിന്നും നീ ദൂരെ മാറി നിൽക്കണം. ഇതൊക്കെ മതിയാക്കി എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇത്രയും പറഞ്ഞ് അവൻ തിരിഞ്ഞ് വേഗത്തിൽ പുറത്തേക്ക് പോയി. അനു ഒരു ഞെട്ടലോടെ അവൻ പോകുന്നതും നോക്കി നിന്നു. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അവൾ പ്ലേറ്റും തവിയും അവിടെ തന്നെ വെച്ച് പൊട്ടിക്കരഞ്ഞ് താഴേക്കിരുന്നു. രാജീവിൻ്റെ പെരുമാറ്റം അവളെ അത്രമാത്രം വേദനിപ്പിച്ചിരുന്നു. ആ വാക്കുകളുടെ മൂർച്ച അവളുടെ ഹൃദയത്തെ കീറിമുറിച്ചു. പുറത്തു വെയിലിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഉള്ള് അപ്പോഴും ചുട്ടുപൊള്ളുകയായിരുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. ദേവകിയും വേലക്കാരി സീതയും ദേവകിയുടെ റൂമിലായിരുന്നു. പുറത്തുണ്ടായ ഈ ബഹളം അവർ അറിഞ്ഞില്ലേ? അനു ഒന്ന് എത്തി നോക്കി. അവൾ വേഗത്തിൽ തൻ്റെ 2 വസ്ത്രങ്ങൾ മാത്രമുള്ള ചെറിയ ബാഗ് എടുത്തു. തല താഴ്ത്തി മെയിൻ ഗേറ്റിന് നേരെ നടന്നു. ഹൃദയമിടിപ്പ് അപ്പോഴും വേഗത്തിലായിരുന്നു. രാജീവിൻ്റെ ക്രൂരമായ വാക്കുകൾ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവൾ ഗേറ്റിനടുത്തെത്തിയപ്പോഴാണ് പിന്നിൽ നിന്നും വിളി വന്നത്. കുഞ്ഞേ, കുഞ്ഞേ. വേലക്കാരി സീത ശ്വാസം കിട്ടാതെ അവളുടെ അടുത്ത് വന്ന് നിന്നു. മോൾ എവിടേക്കായി പോകുന്നത്? ചേച്ചി വിളിക്കുന്നുണ്ട്. അനു കണ്ണുകൾ ചിമ്മി കണ്ണീർ തുടച്ചു. ആൻറ്റിയോട് പറഞ്ഞേക്കൂ, ഞാൻ പിന്നെ വരാമെന്ന്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇല്ലില്ല, അങ്ങനെ പോകാൻ കഴിയില്ല. അവർ പരിഭ്രാന്തിയോടെ തലയാട്ടി. ചേച്ചിക്ക് ദേഷ്യം വരും. ആദ്യം ചേച്ചി പറയുന്നത് കേൾക്ക്, എന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. അനു ദേഷ്യം കടിച്ചമർത്തി കൈകൾ ചുരുട്ടി പിടിച്ചു. എല്ലാം ഉപേക്ഷിച്ചു പോകാൻ ഒരു നിമിഷം തോന്നിയെങ്കിലും കാലുകൾ അവിടെ തന്നെ ഉറച്ചുപോയി. അവൾ പതുക്കെ തലയാട്ടി സീതയുടെ പിന്നാലെ അകത്തേക്ക് നടന്നു. ദേവകിയുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് എയർ കണ്ടീഷണറിൻ്റെ തണുത്ത കാറ്റുണ്ടായിരുന്നു. റൂം ഫ്രഷ്നറിൻ്റെ നേരിയ സുഗന്ധം മുറിയിലാകെ പടർന്നിരുന്നു. ദേവകി കട്ടിലിനടുത്തുള്ള സോഫയിൽ ഇരിക്കുകയായിരുന്നു. കയ്യിൽ ജപമാല ഉണ്ടായിരുന്നെങ്കിലും വിരലുകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല. അനു അകത്തേക്ക് കയറിയ ഉടനെ അവർ ദേഷ്യത്തോടെ അവളെ നോക്കി. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എങ്ങോട്ടാ നീ മിണ്ടാതെ പോകുന്നത്? അനു ബാഗ് കയ്യിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണീർ അടക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് അറിയാമോ ആൻറ്റി, രാജീവേട്ടൻ എന്നെ എത്രമാത്രം അപമാനിച്ചുവെന്ന്? അവളുടെ ശബ്ദം വിറച്ചു. അദ്ദേഹത്തിന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങളും എൻ്റെ അമ്മയും എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ദേവകി ഒരു ദീർഘശ്വാസമെടുത്തു. സമ്മതമല്ലെങ്കിൽ അവൻ സമ്മതിച്ചോളും. ആണുങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ പറയും. കുറച്ച് നിർബന്ധിച്ച് പറഞ്ഞാൽ അവർ കേൾക്കും. അവർ കൈ കാണിച്ച് അവളോട് ബാഗ് താഴെ വയ്ക്കാൻ പറഞ്ഞു. ഇങ്ങനെ യുദ്ധക്കളം വിട്ടോടിയാൽ ബന്ധങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അനു വിഷമത്തോടെ അവരെ നോക്കി. പക്ഷേ ആൻറ്റി, അദ്ദേഹം മറ്റൊരാളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തിനാ നിർബന്ധപൂർവം? മോളെ, ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്തിരിക്കെ. ദേവകി വളരെ ശാന്തമായി പറഞ്ഞു. ബാഗ് താഴെ വെച്ച് താല്പര്യമില്ലെങ്കിലും അവൾ അവർക്കരികിൽ പോയിരുന്നു. ദേവകി അവളുടെ തലയിൽ മെല്ലെ തലോടി ആശ്വസിപ്പിച്ചു. മോളെ, കല്യാണം കഴിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല ആലോചനകൾ കിട്ടാൻ ഒരുപാട് പ്രയാസമാണ്. നിന്റെ 2 കല്യാണം മുടങ്ങിയതാണ്. നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് പക്ഷേ ഒരു ഊഹവും ഉണ്ടാകില്ല. അനു തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ എന്ത് തെറ്റാ ആൻറ്റി ചെയ്തത്? ആ കല്യാണങ്ങൾ മുടങ്ങിയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. എനിക്കറിയാം നിന്റെ തെറ്റല്ലെന്ന്, ദേവകി ഉടനെ പറഞ്ഞു. പക്ഷേ ഈ ലോകം തെറ്റ് ആരാണ് ചെയ്തതെന്ന് നോക്കാറില്ല. അവർക്ക് സംസാരിക്കാൻ ഒരു വിഷയം വേണം, അത്രമാത്രം. അതും പെൺകുട്ടികളുടേതാണെങ്കിൽ അവർക്ക് താല്പര്യം കൂടും. നിന്റെ അമ്മയുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നതല്ലേ? നിന്റെ കാര്യം പറഞ്ഞ് അവൾ എപ്പോഴും എന്നെ വിളിച്ച് കരയുകയാണ്. നീ ഈ വീട്ടിലെ മരുമകളായി വരുന്നത് കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. മുറിയിൽ കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. ഭിത്തിയിലെ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. പക്ഷേ ആൻറ്റി, ആരെയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം വേണ്ട. അദ്ദേഹത്തിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ദേവകി അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു. ഇഷ്ടമൊക്കെ പിന്നെ ഉണ്ടായിക്കോളും. നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ എല്ലാം ശരിയാകും. രാജീവിന് ഇത്തിരി വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അവൻ പാവമാണ്. നീ കുറച്ച് ക്ഷമയോടെ ഇരുന്നാൽ മാത്രം മതി. അനു കണ്ണീർ തുടച്ചു. ഉള്ളിൽ ചോദ്യങ്ങൾ ബാക്കിയായിരുന്നെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. മിണ്ടാതെ അവരുടെ വാക്കുകൾ കേട്ടിരുന്നു. ദേവകി അവളുടെ തോളിൽ കൈവച്ചു. ഇനി ബാഗ് മുറിയിൽ കൊണ്ടുപോയി വെക്കൂ. നീ എങ്ങോട്ടും പോകുന്നില്ല. ഇത് നിൻ്റെയും കൂടി വീടാണ്. അനു പതുക്കെ ബാഗിന് നേരെ നോക്കി, പിന്നെ വാതിലിന് നേരെയും. പുറത്ത് ഉമ്മർത്ത് വെളിച്ചം മങ്ങി തുടങ്ങിയിരുന്നു. അവൾ ബാഗ് എടുത്ത് അവൾക്കായി കൊടുത്ത റൂമിലേക്ക് പോയി. അവളുടെ മുഖത്ത് ശാന്തതയുണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സമയം പതുക്കെ കടന്നുപോയി. തറവാടിൻ്റെ മുറ്റത്ത് തെളിഞ്ഞു നിന്ന മഞ്ഞ വെളിച്ചം ഭിത്തികളിൽ നീണ്ട നിഴലുകൾ ഉണ്ടാക്കിയിരുന്നു. ആകാശം തെളിഞ്ഞതായിരുന്നു. എങ്കിലും വീടിനുള്ളിലെ അന്തരീക്ഷം അസ്വസ്ഥമായിരുന്നു. രാജീവ് ഓഫീസിൽ നിന്നും കുറച്ച് വൈകിയാണ് വന്നത്. അമ്മയുടെ വിളി വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ നിന്നും വന്ന ഉടനെ എൻ്റെ മുറിയിലേക്ക് വരണം. അവൻ കാറിൽ നിന്നും ഇറങ്ങി കോട്ട് കൈത്തണ്ടയിലിട്ട് ടൈ അയച്ചിട്ടു. അവൻ്റെ മുഖത്ത് തളർച്ചയുണ്ടായിരുന്നു. ദേവകിയുടെ മുറിയുടെ വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് മങ്ങിയ വെളിച്ചമുണ്ട്. എന്തോ ചിന്തയിലാണ്ട് അവർ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. രാജീവ് അകത്തേക്ക് കയറി.
അമ്മേ, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അവർ മൂർച്ചയുള്ള ശബ്ദത്തിൽ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു. നിന്റെ അമ്മയല്ലേ ഞാൻ, ആ വിചാരം നിനക്കുണ്ടോ? രാജീവ് ഒരു നിമിഷം പകച്ചുപോയി. അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? അവർ തിരിഞ്ഞു നോക്കി. കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. ഞാനാണ് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചത്. അത് അറിഞ്ഞിട്ടും നീ അവളോട് ഇത്രയും മോശമായി പെരുമാറുമോ? അവൾ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. രാജീവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് ഈ വിവാഹത്തിൽ ഒട്ടും താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാ അവളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. അതും പറഞ്ഞ് നീ അവളെ അപമാനിക്കുമോ രാജീവ്? ദേവകി ശബ്ദമുയർത്തി ചോദിച്ചു. ചെയ്യും. അവൻ്റെ ശബ്ദവും ഉയർന്നു. അവളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അവളുടെ അമ്മയും അവളും കൂടെ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. രാജീവ്, നീ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേവകിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്കിപ്പോൾ ഈ അമ്മയെ വേണ്ടാതായി. രാജീവ് അസ്വസ്ഥതയോടെ തലമുടി കോതി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, കാര്യം മാറ്റല്ലേ. എന്നാൽ ശരി, അവർ പെട്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ ഇല്ലാതായാൽ പിന്നെ ഞാൻ കൊടുത്ത വാക്കും ഇവിടെ തീരുമല്ലോ. പിന്നെ ആരും നിന്നെയും എന്നെയും കുറ്റം പറയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ദേഷ്യത്തോടെ സൈഡ് ടേബിളിന് നേരെ നടന്നു. ഡ്രോവർ തുറന്ന് ഒരു ചെറിയ കുപ്പി പുറത്തേക്ക് എടുത്തു. രാജീവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. അമ്മേ, അവൻ ഓടിച്ചെന്ന് അവരുടെ കയ്യിൽ നിന്നും ആ കുപ്പി വാങ്ങി ദൂരേക്കെറിഞ്ഞു. അത് തറയിലൂടെ ഉരുണ്ടുപോയി. അവൻ അമ്മയുടെ തോളിൽ പിടിച്ചുലച്ചു. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇതെന്താ കുട്ടിക്കളിയാണോ? ദേവകി അവൻ്റെ കൈകളെ തട്ടി മാറ്റാൻ ശ്രമിച്ചു. വിട് എന്നെ. അമ്മയേക്കാൾ വലുതല്ലേ നിനക്ക് നിൻ്റെ ഇഷ്ടം? അങ്ങനെ അല്ല അമ്മേ. രാജീവിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ ദേഷ്യത്തേക്കാൾ സങ്കടമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? കണ്ണീർ തുടച്ചുകൊണ്ട് അവൻ സോഫയിലേക്ക് ഇരുന്നു. എനിക്ക് നിന്നേക്കാൾ വലുതല്ല അനു. പക്ഷേ ഞാൻ സുമിത്രയ്ക്ക് വാക്ക് കൊടുത്തതാണ് മോനെ. ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാകൂ. ഞാൻ ആ വാക്ക് കൊടുത്ത കാര്യം നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ ഇതിൽ നിന്നും പിന്മാറിയ ആളുകൾ എന്നെക്കുറിച്ച് എന്തു പറയും? എനിക്ക് എൻ്റെ അന്തസ്സാണ് വലുത്. മുറിയിൽ പെട്ടെന്ന് കനത്ത നിശബ്ദത പടർന്നു. പുറത്ത് എവിടെയോ ഒരു നായ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ദേവകി വീണ്ടും തുടർന്നു. അവൾ നല്ലൊരു കുട്ടിയാണ് രാജീവ്. നിനക്കൊരിക്കലും അവളെ ചൊല്ലി വിഷമിക്കേണ്ടി വരില്ല. എനിക്കുറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ നിനക്കായി തിരഞ്ഞെടുത്തത്. അമ്മയായ എനിക്ക് നിന്റെ മേൽ ഇത്ര പോലും അവകാശമല്ലേ? രാജീവ് കണ്ണുകൾ അടച്ച് ഒരു ദീർഘശ്വാസമെടുത്തു. അമ്മയ്ക്ക് എന്നിൽ പൂർണ്ണ അവകാശമുണ്ട്. ഞാൻ അമ്മയെ ബഹുമാനിക്കുന്നു, മറ്റാരേക്കാളും അധികം സ്നേഹിക്കുന്നുമുണ്ട്. പക്ഷേ പ്ലീസ് അമ്മേ, ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു. അവളോടൊപ്പം ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേവകി നിവർന്നിരുന്ന് അവനെ രൂക്ഷമായി നോക്കി. ഞാനും നിനക്കായി ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നീ ഈ അമ്മയുടെ വാക്കിന് വില കൽപ്പിക്കില്ലേ? അവൻ കുറേ സമയം അവരെ തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കല്യാണം എന്നത് നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ഒന്നല്ല അമ്മേ. മനസ്സുകൊണ്ട് എനിക്ക് അവളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സൊക്കെ പിന്നെ താനേ മാറിക്കോളും. അവൻ്റെ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞു. ആദ്യം നോക്കേണ്ടത് കുടുംബത്തിൻ്റെ അഭിമാനമാണ്. രാജീവ് തളർച്ചയോടെ കസേര വലിച്ചിട്ടിരുന്നു. അമ്മേ, നിങ്ങൾ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്? ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ദേവകിയുടെ ശബ്ദം പതുക്കെയായിരുന്നെങ്കിലും അതിൽ ഒട്ടും അയവില്ലായിരുന്നു. പക്ഷേ വാക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും പിന്മാറേണ്ടി വരുന്ന നിന്റെ അമ്മയുടെ നെഞ്ചിലെ വേദന നീ കാണുന്നില്ല. കുറേ സമയം രണ്ടുപേരും മൗനത്തിലാണ്ടു. ചുമരിലെ ക്ലോക്കിലെ സൂചികൾ ശബ്ദമില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ രാജീവ് തല ഉയർത്തി. തോൽവി സമ്മതിച്ചതിൻ്റെ കടുത്ത നിരാശ അവൻ്റെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നു. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ അമ്മ സന്തോഷവതിയാകുമോ? ദേവകി വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. സത്യമാണോ മോനെ നീ പറയുന്നത്? അവൻ ദൂരേക്ക് കണ്ണുകൾ പായിച്ചു. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഞാൻ സമ്മതിക്കാം. ദേവകിയുടെ മുഖത്ത് പെട്ടെന്ന് സമാധാനത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. അവർ വേഗം എഴുന്നേറ്റ് വന്ന് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ. നീ എൻ്റെ അഭിമാനം കാത്തു. രാജീവ് വേദനയോടെ പുഞ്ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ ദേവകി സന്തോഷവാർത്ത സുമിത്രയെ വിളിച്ചറിയിച്ചു. ആശ്വാസത്തോടെ സുമിത്ര സന്തോഷ കണ്ണീർ വാർത്തു. എന്നാൽ രാജീവ് വിവാഹത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ അനു ഞെട്ടിപ്പോയി. അപ്പോഴും അവൾ ദേവകിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ആ സന്തോഷത്തിനിടയിൽ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ദേവകി സ്നേഹത്തോടെ അനുവിനെ യാത്രയാക്കി. അനുവിൻ്റെ പരീക്ഷ കഴിഞ്ഞാലുടൻ തന്നെ വിവാഹ നിശ്ചയം നടത്താമെന്ന് ദേവകി തീരുമാനിച്ചു. ദിവസങ്ങൾ വളരെ പെട്ടെന്നാണ് കടന്നുപോയത്. ഇന്നാണ് അനുവിൻ്റെയും രാജീവിൻ്റെയും വിവാഹ നിശ്ചയം.
സുമിത്രയുടെ ആ ചെറിയ വീട്ടിലേക്ക് ദേവകിയും രാജീവും അടുത്ത ബന്ധുക്കളും എത്തിച്ചേർന്നു. രാജീവും അനുവും ഒഴികെ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമായിരുന്നു. എങ്കിലും ദേവകിയുടെയും സുമിത്രയുടെയും ഉള്ളിൽ നേരിയൊരു പരിഭ്രമം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. രാജീവ് സോഫയിൽ തല താഴ്ത്തി വിരലുകൾ കോർത്തു പിടിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായിക്കൊണ്ടിരുന്നു. അനുവിൻ്റെ അവസ്ഥയും ഭിന്നമായിരുന്നില്ല. ഇനി തൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഒഴുകുക എന്നോർത്ത് അവളുടെ കൈകാലുകൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂജാരി എത്തിച്ചേർന്നു. പൂജാരിയുടെ കൂടെ വന്ന ആളുടെ കയ്യിൽ 2 വലിയ പൂമാലകൾ കണ്ട രാജീവ് സംശയത്തോടെ അമ്മയെ നോക്കി. ദേവകി പെട്ടെന്ന് അവനെ അവിടുന്ന് അല്പം മാറ്റി നിർത്തി. മുഖത്തൊരു കൃത്രിമ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, നീ കല്യാണത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ട മോനെ. നിന്റെ ജാതകപ്രകാരം കല്യാണത്തിന് നല്ല സമയമാണിപ്പോൾ. ദേവകിയുടെ ശബ്ദത്തിൽ നേരിയൊരു ഭയം ഒളിഞ്ഞിട്ടുണ്ടായിരുന്നു. രാജീവ് പെട്ടെന്ന് തല ഉയർത്തി. അവൻ്റെ മുഖത്ത് കോപം ഇരച്ചു കയറുന്നത് വ്യക്തമായി അവർ കണ്ടു. അമ്മേ, എന്താണിത്? നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇന്ന് വിവാഹ നിശ്ചയമാണെന്നല്ലേ? എന്നിട്ട് ഇതിപ്പോൾ നേരിട്ട് കല്യാണത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? ദേവകി അവൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അനുവിനെ കല്യാണം കഴിക്കാമെന്ന് നീ സമ്മതിച്ചതല്ലേ രാജീവ്? അതിപ്പോൾ ചെയ്താലും പിന്നീട് ചെയ്താലും എന്താണ് വ്യത്യാസം? അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇത് എന്നോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ് അമ്മേ. നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ശബ്ദം പുറത്ത് കേൾപ്പിക്കാതെ പതുക്കെയാണെങ്കിലും അവൻ അണപൊട്ടിയ ദേഷ്യത്തോടെ പറഞ്ഞു. എൻ്റെ അഭിമാനം നീ സംരക്ഷിച്ചേ പറ്റൂ രാജീവ്, ദേവകി തറപ്പിച്ചു പറഞ്ഞു. രാജീവ് പൂർണ്ണമായും നിശബ്ദനായി. ഇനി ഇതിൽ നിന്നും തനിക്കൊരു രക്ഷയുമില്ലെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവൻ സ്വയം നിയന്ത്രിച്ച് കനത്തൊരു ദീർഘശ്വാസമെടുത്ത് കൊണ്ട് പറഞ്ഞു, ശരി, അമ്മയുടെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാം. പക്ഷേ അവളെ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകില്ല. എൻ്റെ മനസ്സ് ഈ ബന്ധത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ അവൾ ഇവിടെ തന്നെ കഴിയട്ടെ. മോനെ, അതെങ്ങനെ ശരിയാകും? ദേവകി ഞെട്ടലോടെ ചോദിച്ചു. അങ്ങനെയേ ശരിയാകൂ അമ്മേ. ഈ ഒരു നിബന്ധന സമ്മതിച്ചാൽ മാത്രമേ ഞാൻ ഇന്ന് മണ്ഡപത്തിൽ ഇരിക്കൂ. അവൻ ഉറച്ച ശബ്ദത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി. തനിക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഏക വഴി ഇത് മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ ദേവകിക്ക് അതിന് സമ്മതിക്കേണ്ടി വന്നു. രാജീവും അനുവും ആ ചെറിയ ഹാളിൽ നിലത്ത് വിരിച്ചിരുന്ന പായയിലേക്ക് വന്നിരുന്നു. ചുവന്ന പട്ടുസാരിയിൽ അനുഷ്ക അതൊരു ദേവതയെപ്പോലെ സുന്ദരിയായിരുന്നു. ലളിതമായ ആഭരണങ്ങൾ മാത്രമായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. കഴുത്തിൽ വലിയൊരു മാലയും കാതുകളിൽ കുഞ്ഞു ജിമിക്കി കമ്മലുകളും കൈകളിൽ 2 വളകളും മാത്രം. അവൾ കൈകൾ കോർത്തു പിടിച്ച് തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ പാകത്തിൽ നിന്നിരുന്നു. ദേവകി സ്നേഹത്തോടെ അവളുടെ തലയിൽ കൈവച്ച് പൂജാരിക്ക് നേരെ ആംഗ്യം കാണിച്ചു. ഇനി ചടങ്ങുകൾ തുടങ്ങാം. അനുഷ്കയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകാൻ തുടങ്ങി. ആ നിമിഷം മരിച്ചുപോയ അച്ഛൻ്റെ ഓർമ്മകൾ തികട്ടി വന്ന് അവളുടെ ശ്വാസം മുട്ടിച്ചു. രാജീവ് ഭാരമേറിയ മനസ്സോടെ അനുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുകയും നെറുകയിൽ സിന്ദൂരം അണിയിക്കുകയും ചെയ്തു. അനുവിൻ്റെ അമ്മാവൻ അവളുടെ കൈ പിടിച്ച് രാജീവിൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചു. സുമിത്രയും ദേവകിയും ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസമെടുത്തു. തുടർന്ന് എല്ലാവരും അവർക്കായി ഒരുക്കിയ കല്യാണ സദ്യ കഴിക്കാനായി നീങ്ങി. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ അനുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകില്ലെന്ന വിവരമറിഞ്ഞ് അതിഥികളെല്ലാം ഞെട്ടിപ്പോയി. ഇതെന്ത് മര്യാദയാണ് എന്ന് പലരും പരസ്യമായി തന്നെ ചോദിച്ചു തുടങ്ങി. എന്നാൽ ദേവകി വളരെ ബുദ്ധിപൂർവ്വം ആ സാഹചര്യം കൈകാര്യം ചെയ്തു. അനുവിൻ്റെ ജാതകത്തിൽ ചെറിയൊരു ദോഷമുണ്ടെന്നും അത് മാറാൻ വീട്ടിൽ വെച്ചൊരു പൂജ നടത്തേണ്ടതുണ്ടെന്നും അവർ നുണ പറഞ്ഞു. ആ ചടങ്ങുകൾ കഴിഞ്ഞ് മരുമകളെ വീട്ടിലേക്ക് കയറ്റാൻ പാടുള്ളൂ എന്ന് കേട്ടപ്പോൾ അതിഥികൾ അത് വിശ്വസിച്ചു. എന്നാൽ ഈ തീരുമാനം അനുഷ്കയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. രാജീവിൻ്റെ പെരുമാറ്റം ഏൽപ്പിച്ച മുറിവുകളിൽ നിന്നൊന്നു കരകയറാൻ അവൾക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. സമയത്തിൻ്റെ പ്രയാണം ഒന്നിനും വേണ്ടി കാത്തു നിൽക്കാറില്ല. വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്നു. ഈ ദിവസങ്ങൾ അത്രയും രാജീവും ദേവകിയും തമ്മിൽ യാതൊരു സംസാരവും ഉണ്ടായിരുന്നില്ല. സ്വന്തം മകനിൽ നിന്നുള്ള ഈ അകൽച്ച ഒരു അമ്മയെന്ന നിലയിൽ ദേവകിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ഒടുവിൽ അവരുടെ ക്ഷമ പൂർണ്ണമായി നശിച്ചു. രാത്രി സമയം 10 മണിയാകുന്നു. ഉമ്മറത്ത് തൂക്കുവിളക്കുകൾ കത്തുന്നുണ്ടായിരുന്നു. ഭിത്തിയിലെ ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം വീടിൻ്റെ നിശബ്ദതയെ കൂടുതൽ വ്യക്തമാക്കി. രാജീവിൻ്റെ മുറിയിൽ ടേബിൾ ലാമ്പ് മാത്രമാണ് പ്രകാശിച്ചിരുന്നത്. അതിൻ്റെ മഞ്ഞ വെളിച്ചം സോഫയിലേക്കും മുന്നിലിരുന്ന മേശയിലേക്കും പടർന്നു കിടന്നു. അവൻ സോഫയിലേക്ക് ചാരിയിരുന്ന് ലാപ്ടോപ്പിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്.
വിരലുകൾ കീബോർഡിൽ വേഗത്തിൽ ചലിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ മുഖത്ത് കടുത്ത അസ്വസ്ഥത പ്രകടമായിരുന്നു. വാതിലിൽ പതുക്കെ ഒരു മുട്ടൽ കേട്ടു. അകത്തേക്ക് വരൂ, സ്ക്രീനിൽ നിന്നും കണ്ണുകളെടുക്കാതെ അവൻ പറഞ്ഞു. ദേവകി പതുക്കെ മുറിയിലേക്ക് കയറി. രാജീവ് അവരെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ജോലിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവർ പതുക്കെ വന്ന് അവൻ്റെ അരികിലായിരുന്നു. കുറച്ചു നേരത്തേക്ക് കീബോർഡിൻ്റെ ശബ്ദവും ക്ലോക്കിൻ്റെ ടിക് ടിക് നാദവും മാത്രമായിരുന്നു ആ മുറിയിൽ. അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ളൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. ഒടുവിൽ ദേവകി കൈ നീട്ടി അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു, എത്ര നാൾ അമ്മയോട് പിണങ്ങിയിരിക്കാനാ നിന്റെ ഭാവം? അവരുടെ ശബ്ദം പതുക്കെയായിരുന്നെങ്കിലും ഉള്ളിലെ സങ്കടം അതിൽ നിഴലിച്ചിരുന്നു. നിന്റെ അമ്മയോട് ഇത്രയധികം പിണങ്ങാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിനക്ക് എന്തു പറ്റി രാജീവ്? ഞാൻ അത്രയ്ക്ക് മോശമായ കാര്യമാണോ ചെയ്തേ? രാജീവിൻ്റെ വിരലുകൾ കീബോർഡിൽ നിശ്ചലമായി. അമ്മയ്ക്ക് സ്വന്തം മകൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പോലും അവകാശമില്ലേ? ഇത്രയും ദിവസം നീ എൻ്റെ മുറിയിലേക്ക് വരാതിരിക്കാൻ മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? നിന്നെ വളർത്തിയതിൽ എവിടെയോ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ തോന്നുന്നു. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ പതുക്കെ ലാപ്ടോപ്പ് മടക്കി വെച്ചു. ഒരു ദീർഘശ്വാസമെടുത്ത് വളരെ ശാന്തമായി അവൻ പറഞ്ഞു, വളർത്തുദോഷത്തെക്കുറിച്ചോർത്ത് അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും ഒരു മനുഷ്യനാണ് അമ്മ, എനിക്കും വികാരങ്ങളുണ്ട്. പിന്നെ ഇവിടെ മോശം കാര്യങ്ങൾ ചെയ്തത് അമ്മയല്ല, ഞാനാണ്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്നോ ഇന്നുവരെ അമ്മയ്ക്ക് മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ വികാരങ്ങൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ കല്യാണത്തിൽ നിങ്ങളുടെ മകൻ സന്തോഷവാനാണോ അല്ലയോ എന്ന് അമ്മ ചിന്തിച്ചതേയില്ല. അമ്മ സ്വന്തം ഇഷ്ടം മാത്രം നടത്തി. പക്ഷേ എനിക്കെന്താണ് വേണ്ടതെന്ന് ഒന്ന് ചോദിച്ചതുപോലുമില്ല. ദേവകി അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഞാൻ നിന്റെ തിന്മ ആഗ്രഹിച്ചിട്ടില്ല മോനെ. എന്തായാലും നിങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കേണ്ടതായിരുന്നു. ഞാനത് കല്യാണമാക്കി മാറ്റി. അതിനിപ്പോൾ എന്താണ്? 2 മാസം കൂടി കഴിഞ്ഞ് നടക്കേണ്ട കാര്യം നേരത്തെയായി, അത്രയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നല്ലൊരു കാര്യമാണ് നടന്നത്. പൊന്നുപോലത്തെ സ്വഭാവമുള്ളൊരു കുട്ടിയെയാണ് നിനക്ക് ഭാര്യയായി കിട്ടിയിരിക്കുന്നത്. രാജീവ് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വ്യത്യാസമുണ്ടമ്മേ. നിശ്ചയവും കല്യാണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചിന്തിക്കാനും പരസ്പരം മനസ്സിലാക്കാനും നിശ്ചയം കഴിഞ്ഞ് കല്യാണം വരെയുള്ള സമയം കിട്ടുമായിരുന്നു. എന്നാൽ കല്യാണം എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്, ഒരു ബന്ധനമാണ്. അമ്മ ആ കാര്യം മനസ്സിലാക്കിയില്ല. തീർച്ചയായും അമ്മ ഞങ്ങളുടെ നിശ്ചയം നടത്തണമായിരുന്നു. ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുമായിരുന്നു. പക്ഷേ അമ്മ ഇതുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുന്നോട്ട് പോകുമ്പോൾ അവളുടെ മനസ്സ് മാറിയാലോ? അവൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അമ്മ എന്തു ചെയ്യും? ഞങ്ങളുടെ വിവാഹമോചനം നേടാൻ പറയുമായിരുന്നോ? മുറിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. കുറച്ചു നിമിഷത്തേക്ക് ദേവകിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവർ വാക്കുകൾക്കായി തപ്പുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അത് നിനക്ക് തോന്നുന്നതാണ്. ഞാൻ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടിയല്ല. അവൾ ഒരുപാട് സ്നേഹമുള്ളവളാണ്, ആത്മാഭിമാനമുള്ളവളാണ്, ഒരു പാവമാണ്. അവൾ ഒരിക്കലും ഈ ബന്ധം അവസാനിപ്പിക്കില്ല. അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. എന്തായാലും ഈ വക ചിന്തകളൊക്കെ തലയിൽ നിന്നും കളഞ്ഞ് നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടി നീ നിൻ്റെയും മറ്റുള്ളവരുടെയും സമാധാനം കളയുകയാണ്. ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു, അവർ പതുക്കെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ വീട്ടിൽ ചെറിയൊരു പൂജ വെച്ചാലോ എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം ഒരു ചെറിയ സദ്യയും ഒരുക്കാം. നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിക്കാം. അന്ന് ഞാൻ പറഞ്ഞതുപോലെ അനുവിനെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാം. രാജീവ് മെല്ലെ തോളുകൾ കുലുക്കി. ശരി, വിളിച്ചോളൂ, എനിക്ക് എതിർപ്പൊന്നുമില്ല. അവൻ്റെ ശബ്ദത്തിൽ സന്തോഷമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദേവകി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദയവായി എന്നോട് ക്ഷമിക്കുമോനെ. നിന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം നിനക്ക് നല്ലത് വരണമെന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രം ചെയ്തതാണ്. നിന്റെ ഭാവി ജീവിതം ഭദ്രമാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നാളെ നാട്ടുകാർ നിനക്ക് നേരെ വിരൽ ചൂണ്ടാനോ അമ്മ മകൻ്റെ കല്യാണകാര്യമൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയാനോ ഞാൻ ഇടവരുത്തില്ല. രാജീവ് കണ്ണുകളടച്ച് തല പുറകോട്ട് ചായച്ചു വെച്ചു. അമ്മേ, ആളുകൾ എങ്ങനെയൊക്കെ ആയാലും സംസാരിച്ചു കൊണ്ടേയിരിക്കും. എങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റി സംസാരിക്കേണ്ട. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. സ്വന്തം അമ്മ വിഷമിക്കുന്നത് കാണാൻ അവന് കഴിയില്ലായിരുന്നു. കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അവർ അവനെ വളർത്തി വലുതാക്കിയത്. ആ ഓർമ്മ അവൻ്റെ ദേഷ്യത്തെ തണുപ്പിച്ചു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിൻ്റെ ശത്രുവല്ല രാജീവ്. അവരുടെ ശബ്ദമിടറി.
എനിക്ക് ഏറ്റവും പ്രധാനം നീ മാത്രമാണ്. ഞാൻ ഈ കാര്യത്തിൽ ഇത്രയും ധൃതി കാണിച്ചെങ്കിൽ അതിന് കാരണം സമയം കൈവിട്ടു പോകുമോ എന്ന പേടി കൊണ്ടാണ്. ആ ഭയം കൊണ്ടാണ് ഞാൻ എല്ലാം വേഗത്തിൽ പൂർത്തിയാക്കിയത്. നീ നിനക്കായി എങ്ങനെയുള്ള പെൺകുട്ടിയെയാണ് തിരഞ്ഞെടുത്തത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതറിയാൻ ശ്രമിച്ചതുമില്ല. കാരണം എനിക്ക് പേടിയായിരുന്നു അവൾ നിൻ്റെയും ഈ വീടിൻ്റെയും കാര്യങ്ങൾ ശരിയായി നോക്കുമോ എന്ന്. ആ ഭയം കൊണ്ടാണ് ഞാൻ അനുവിനെ നിൻ്റെ ഭാര്യയാക്കണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചത്. അവളെ എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മുന്നിലെ ഭിത്തിയിലേക്ക് കണ്ണു നട്ടിരുന്നു. ഉള്ളിൽ ഒരുപാട് ചിന്തകൾ കടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിലും വാക്കുകളായി ഒന്നും പുറത്തു വന്നില്ല. ദേവകി കുറച്ചു നേരം കൂടി അവൻ്റെ അരികിൽ തന്നെ ഇരുന്നു. അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, നോക്കിക്കോ, എല്ലാം ശരിയായിക്കോളും. അവൾ നല്ല കുട്ടിയാണ്. നിനക്കും അവളെ ഒരുപാട് ഇഷ്ടമാകും. തർക്കിക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് രാജീവ് പതുക്കെ തലയാട്ടി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ദേവകി എഴുന്നേറ്റു. ഇനി ഉറങ്ങിക്കോളൂ, നേരം ഒരുപാട് വൈകി. അവർ വാതിലിനടുത്തേക്ക് നടന്നു. ഒരു നിമിഷം തിരിഞ്ഞ് വീണ്ടും അവനെ നോക്കി. രാജീവ് വീണ്ടും ലാപ്ടോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ്റെ വിരലുകൾ ചലിക്കുന്നില്ലായിരുന്നു. സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിലും ഒന്നും വായിക്കാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. വാതിൽ പതുക്കെ അടയുന്ന ശബ്ദം കേട്ടു. മുറിയിൽ വീണ്ടും അതേ നിശബ്ദത മടങ്ങിയെത്തി. പുറത്ത് രാത്രിയുടെ യാമം ഇരുണ്ടുകൊണ്ടിരുന്നു. അവൻ്റെ ഉള്ളിൽ വാക്കുകൾ കൊണ്ട് ലഘൂകരിക്കാൻ കഴിയാത്ത വലിയൊരു ഭാരവും ബാക്കിയായിരുന്നു. സമയം പതുക്കെ കടന്നുപോയി. കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം അവർ വീട്ടിൽ പൂജയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. രാവിലെ മുതൽ തന്നെ വീട്ടിൽ വലിയ തിരക്കും ബഹളവുമായിരുന്നു. ആദ്യം വിസമ്മതിച്ചെങ്കിലും ദേവകിയുടെ നിർബന്ധത്തിന് വഴങ്ങി രാജീവ് അനുവിനെയും സുമിത്രയെയും കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലെത്തിയ ശേഷം അനു തന്നെയാണ് പൂജയ്ക്കുള്ള പ്രസാദം ഉണ്ടാക്കിയത്. അലങ്കാരങ്ങൾ ചെയ്യാനും അവൾ മറ്റുള്ളവരെ സഹായിച്ചു. രാജീവ് ഇതെല്ലാം ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനു സ്വർണ്ണ കസവുള്ള സെറ്റുമുണ്ടാണ് ഉടുത്തിരുന്നത്. നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലെ ഒരു തിളക്കമുണ്ടായിരുന്നു അവൾക്ക്. ദേവകി അഭിമാനത്തോടെ അവളെ നോക്കി നിന്നു. രാജീവിനും ഒരു നിമിഷം അവളിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അവൾ അവിടെ വന്ന കസിൻസിൻ്റെ കൂടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ അവൻ്റെ കണ്ണ് അനുവിൽ ചെന്ന് നിന്നപ്പോഴാണ് അവളുടെ തൊട്ടടുത്ത് അവളുടെ അമ്മാവൻ്റെ മകൻ രോഹൻ ഇരിക്കുന്നത് കണ്ടത്. അവൻ അവളോട് ചേർന്നിരുന്നാണ് സംസാരിച്ചിരുന്നത്. രാജീവിൻ്റെ മുഖം പെട്ടെന്ന് ദേഷ്യം കൊണ്ട് കനത്തു. തീർച്ചയായും ഈ ബന്ധം അവൻ്റെ ഇഷ്ടപ്രകാരം നടന്നതല്ല. എങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ അരികിലിരിക്കുന്ന പെൺകുട്ടി തൻ്റെ ഭാര്യയാണ്. തൻ്റെ ഭാര്യയുടെ അടുത്ത് മറ്റൊരു പുരുഷനിരിക്കുന്നത് അവനൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ നോട്ടം അവരിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവന് കഴിഞ്ഞില്ല. രോഹൻ മുന്നോട്ട് കുനിഞ്ഞ് എന്തോ പറയുന്നതും അത് കേട്ടാന് ചിരിക്കുന്നതും അവൻ കണ്ടു. കപ്പിൽ ബാക്കിയുണ്ടായിരുന്ന ചായ ഒറ്റവലിക്ക് കുടിച്ചു തീർത്ത അവൻ പതുക്കെ എഴുന്നേറ്റു. രാജീവ് നേരെ അവർക്കിടയിലേക്ക് ചെന്നു. കസിൻസ് ബഹുമാനപൂർവ്വം അവനായി കുറച്ച് സ്ഥലം മാറിക്കൊടുത്തു. അനു, വേഗം പോയി എനിക്കൊരു കോഫി ഉണ്ടാക്കി കൊണ്ടുവാ, അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അനു അത്ഭുതത്തോടെ അവനെ നോക്കി. രാജീവേട്ടൻ ഇപ്പോഴല്ലേ ചായ കുടിച്ചത്? മാത്രവുമല്ല പൂജ തുടങ്ങാൻ സമയമായി. അത് കുഴപ്പമില്ല, പെട്ടെന്ന് കൊണ്ടുവാ. അവൻ്റെ കണ്ണുകൾ രോഹൻ്റെ നേരെയായിരുന്നു. അവൾ പിന്നീടൊന്നും പറഞ്ഞില്ല. പതുക്കെ അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അവളിൽ ചെറിയൊരു പതർച്ചയുണ്ടായിരുന്നു. അവൾ അടുക്കളയിലേക്ക് കയറിയ ഉടനെ വാതിൽ പതുക്കെ അടഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ രാജീവ് അവളുടെ അരികിലെത്തിയിരുന്നു. കോഫി ഇപ്പോൾ അവൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവളുടെ കൈകളിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിയിരുന്നു. അവൾ ഭയന്നുപോയി. ഒരു നിമിഷത്തേക്ക് അവളുടെ ശ്വാസം പോലും നിലച്ചു. രാജീവിൻ്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു. നിനക്കൊട്ടും വിവേകമില്ലേ? എന്താണ് ഉദ്ദേശിച്ചത്? അവൾ വിക്കിപ്പോയി. അവൻ മനഃപൂർവ്വം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ നിനക്ക് അവിടെ നിന്നും എഴുന്നേറ്റ് മറ്റെവിടെയെങ്കിലും പോയി ഇരുന്നൂടെ? ബുദ്ധിയില്ലേ നിനക്ക്? അവളിലുള്ള അവൻ്റെ പിടി മുറുകുന്നുണ്ടായിരുന്നു. അനു അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആര്? രോഹനോ? രാജീവേട്ട, അവൻ എൻ്റെ കസിനാണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അത് നിൻ്റെ വീട്ടിൽ. അവൻ്റെ ശബ്ദം പെട്ടെന്നുയർന്നു. അവൻ അവളുടെ 2 കൈകളിലും പിടിച്ച് ചെറുതായി ഞെരിച്ചു. ഇപ്പോൾ നിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനി എൻ്റെ ഇഷ്ടമാണ് നീ നോക്കേണ്ടത്. മനസ്സിലായോ? അവൾ കണ്ണുകൾ മിഴിച്ചു നോക്കി. അതിന് ഞാൻ എന്താ ചെയ്തത് രാജീവേട്ട? ഞങ്ങൾ സംസാരിച്ചിരുന്നതല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രാജീവ് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസമെടുത്തു. ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. എന്തെങ്കിലും ഉണ്ടായാൽ എല്ലാവരും എന്നെയായിരിക്കും കുറ്റം പറയുക. നിന്റെ അഭിമാനം നീ തന്നെ കാത്തു സൂക്ഷിക്കണം. അനു അത്ഭുതത്തോടെ ചോദിച്ചു. രാജീവേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്?
ഞാൻ ഇനി ആരോടും സംസാരിക്കാതെ എല്ലാവരിൽ നിന്നും അകന്നു മാറി ഇരിക്കണമെന്നാണോ? അവൻ അവളെ രൂക്ഷമായി നോക്കി. നിനക്ക് സംസാരിക്കാൻ ഇവിടെ വേറെയാരും ഇല്ലെന്നാണോ? കുറച്ചു നിമിഷങ്ങൾ അവർക്കിടയിൽ കനത്ത നിശബ്ദതയായിരുന്നു. പുറത്തുനിന്ന് ആളുകളുടെ ചിരിയും സംസാരവും കേൾക്കാമായിരുന്നു. രാജീവ് അവളിലുള്ള പിടി പതുക്കെ അയച്ചു. എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം എവിടെയായി ഇരിക്കേണ്ടതെന്ന്. അനു യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ശരി. ഈ ബന്ധം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് അവൾക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിരുന്നു. ആ ഭയം കാരണം അവളുടെ ഓരോ ചുവടുകൾക്കും ഭാരം ഏറിയതുപോലെ തോന്നി. രാജീവ് അവളെ സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോയിരുത്തി. അവൾ എല്ലാവരെയും നോക്കി വെറുതെയൊന്ന് ചിരിച്ചു കാണിച്ചു. അവരുടെ സംസാരങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. രോഹൻ ഒരു നിമിഷം രണ്ടുപേരെയും മാറി മാറി നോക്കി. ഒന്നും മിണ്ടാതെ മറുഭാഗത്തേക്ക് മാറിപ്പോയി. അത് കണ്ട് രാജീവ് അനുവിനെ ഒന്ന് പാളി നോക്കി. അവൾ അപ്പോൾ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. രാത്രി സമയം 12 മണിയാകുന്നു. പകൽ വീട്ടിലുണ്ടായിരുന്ന ബഹളങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരുന്നു. അടുത്ത് താമസിക്കുന്ന ചില അതിഥികൾ മടങ്ങിപ്പോയിരുന്നു. ദൂരെ നിന്ന് വന്നവർ വീട്ടിൽ തന്നെയുണ്ട്. അവർ നാളെയേ പോകുന്നുള്ളൂ. അവർക്ക് കിടന്നുറങ്ങാൻ ഓരോ മുറികൾ നൽകി. ഇടനാഴിയിൽ മങ്ങിയ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. പുറത്ത് ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടു കൂടുന്നുണ്ടായിരുന്നു. രാജീവ് തൻ്റെ മുറിയിൽ കട്ടിലിൽ ചാരിയിരുന്ന് ലാപ്ടോപ്പിൽ നോക്കി ഇരിപ്പുണ്ട്. പെട്ടെന്നാണ് വാതിൽ തുറന്ന് അനു അകത്തേക്ക് വന്നത്. ചെറിയൊരു പേടി ഉള്ളതുകൊണ്ട് അവൾ വാതിലിനടുത്ത് തന്നെ തല താഴ്ത്തി നിന്നു. താൻ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ ബട്ടണുകൾ വേഗത്തിലിട്ടുകൊണ്ട് രാജീവ് ദേഷ്യത്തോടെ ചോദിച്ചു. എടി വിവരമില്ലാത്തവളെ, മറ്റുള്ളവരുടെ മുറിയിൽ കയറുന്നതിന് മുൻപ് വാതിലിൽ മുട്ടണം എന്ന് നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലേ? അനു പതിയെ പറഞ്ഞു. വീട്ടിൽ അതിഥികൾ ഉള്ളതുകൊണ്ട് കിടക്കാൻ വേറെ റൂമൊന്നുമില്ല. അതുകൊണ്ട് ഈ മുറിയിൽ കിടക്കാൻ അമ്മ പറഞ്ഞു. രാജീവിൻ്റെ മുഖത്ത് അതൃപ്തി നിറഞ്ഞു. അവൻ നീരസത്തോടെ പറഞ്ഞു. ശരി, നീ താഴെ വിരിച്ചു കിടന്നോ, ഞാൻ കട്ടിലിൽ കിടന്നോളാം. അവളൊന്ന് മൂളി. അവൾ ആ മുറിയിലാകെ കണ്ണോടിച്ചപ്പോൾ ഒരു കോണിലായി മെത്തയും വിരിപ്പും കണ്ടു. അവൾ അതെടുത്ത് തറയിൽ വിരിച്ചു കിടന്നു. രാജീവ് വീണ്ടും ലാപ്ടോപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിലും അവൻ്റെ വിരലുകൾ കീബോർഡിൽ പതിവ് പോലെ വേഗത്തിൽ ചലിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലിൽ കയറി കിടന്നു. മുറിയിലാകെ ഇരുട്ട് പടർന്നു. ജനലിലൂടെ വരുന്ന നേരിയ വെളിച്ചം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സമയം പതുക്കെ കടന്നുപോയി. പുറത്ത് ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. ഒപ്പം വലിയ മഴത്തുള്ളികളുടെ ശബ്ദവും കേട്ടു. നോക്കി നിൽക്കെ കടുത്ത ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മിന്നൽ പിണരുകൾ ആ മുറിയെ ഒരു നിമിഷത്തേക്ക് പ്രകാശിപ്പിച്ചു. തൊട്ടു പിന്നാലെ വലിയൊരു ഇടിമുഴക്കവും കേട്ടു. അനു പരിഭ്രാന്തിയോടെ എഴുന്നേറ്റിരുന്നു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. അടുത്ത ഇടിമുഴക്കത്തിൽ അവൾ അറിയാതെ എഴുന്നേറ്റു നിന്നു. വീണ്ടും ഒരു മിന്നലുണ്ടായപ്പോൾ പേടി താങ്ങാനാവാതെ അവൾ നേരെ കട്ടിലിനടുത്തേക്ക് നടന്നു. രാജീവ് നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ കൈകളിൽ ആരോ മുറുകെ പിടിച്ചതുപോലെ അവന് തോന്നിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നപ്പോൾ അനു കട്ടിലിനോട് ചേർന്ന് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു നിൽക്കുകയായിരുന്നു. മിന്നൽ വെളിച്ചം അവളുടെ മനോഹരമായ മുഖത്തെ ഒരു നിമിഷത്തേക്ക് പ്രകാശിപ്പിച്ചു. കണ്ണുകൾ അവൾ ഇറുക്കി അടച്ചിരുന്നു. പൂവിതൾ പോലുള്ള ചുണ്ടുകൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഉമിനീരിറക്കി. എന്താ ഈ കാണിക്കുന്നത്? ഉയർന്നുകൊണ്ടിരിക്കുന്ന തൻ്റെ ഹൃദയമിടിപ്പ് മറച്ചു വെച്ചുകൊണ്ട് പകുതി ദേഷ്യത്തിലും പകുതി പരിഹാസത്തിലുമായി അവൻ ചോദിച്ചു. അനു കണ്ണുകൾ തുറന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അപേക്ഷിച്ചു. പ്ലീസ്, എനിക്ക് ഒരുപാട് പേടിയാകുന്നു. പുറത്ത് വലിയ ഇടിമിന്നലാണ്. എന്നെ ഇവിടെ നിങ്ങളുടെ അടുത്തിരിക്കാൻ അനുവദിക്കണം. അവളുടെ മധുരമുള്ള ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ അത്രമാത്രം ഭയന്നിരുന്നു. പുറത്ത് വീണ്ടും ശക്തമായി മിന്നലടിച്ചപ്പോൾ അനു പേടി കൊണ്ട് കണ്ണുകൾ വീണ്ടും മുറുക്കി അടയ്ക്കുകയും രാജീവിൻ്റെ ഷർട്ടിൽ പിടിമുറുക്കുകയും ചെയ്തു. രാജീവ് ഒരു ദീർഘ നിശ്വാസമെടുത്തു. അവൻ്റെ കൈകൾ അറിയാതെ അനുവിൻ്റെ അരക്കെട്ടിൽ മുറുകി. ആ പേടിക്കിടയിലും അവളൊന്ന് ഏങ്ങിപ്പോയി. രാജീവിൻ്റെ പെട്ടെന്നുള്ള ഈ പെരുമാറ്റവും അവൻ്റെ ചൂടുള്ള നിശ്വാസവും അനുവിൻ്റെ കവിളുകളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർത്തി. അവൾ പെട്ടെന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും രാജീവിൻ്റെ കൈകളുടെ പിടി കൂടുതൽ മുറുകുകയാണുണ്ടായത്. അനു, അവൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു. അവളൊന്ന് പുളഞ്ഞുപോയി. രാജീവേട്ടാ, പ്ലീസ്, ഇപ്പോൾ ഇങ്ങനെ അതിനൊന്നും ഞാൻ തയ്യാറല്ല, പ്ലീസ്. അവൾ വിക്കി വിക്കി ഒരുവിധം പറഞ്ഞു തീർത്തു. അവളുടെ കണ്ണുകളിൽ ശക്തമായ ഇടിമിന്നലിൻ്റെ ഭയവും രാജീവിൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൻ്റെ പരിഭ്രാന്തിയും ഒരുപോലെ ഉണ്ടായിരുന്നു. ആ മിന്നൽ വെളിച്ചത്തിൽ രാജീവ് വശ്യമായ കണ്ണുകളോടെ അവളുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അനു,
ഞാൻ നിൻ്റെ ഭർത്താവാണ്. നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയവൻ. നീ ഇനി എനിക്ക് സ്വന്തമാണ്. അവൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. മഴയുടെ തണുപ്പും അവളുടെ സാമീപ്യവും അവൻ്റെ ഉള്ളിലെ വികാരങ്ങളെ പൂർണ്ണമായും ഉണർത്തിക്കഴിഞ്ഞിരുന്നു. ആദ്യമായി സുന്ദരിയായ ഒരു പെൺകുട്ടി തൻ്റെ കൈകളിൽ കിടന്ന് പിടയുന്നത് അവൻ തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കി. അവൻ്റെ ശരീരവും മനസ്സും നിയന്ത്രണം വിടാൻ തുടങ്ങി. ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. അവൻ്റെ കണ്ണുകളിലും ചുണ്ടുകളിലും വശ്യമായൊരു പുഞ്ചിരി വിടർന്നു. അനുവിൻ്റെ പൂ പോലുള്ള മൃദുവായ ചുണ്ടുകളെ നുകരാനും അവളുടെ പട്ടുപോലുള്ള ശരീരത്തെ അനുഭവിക്കാനും അവൻ്റെ ഉള്ളം കൊതിച്ചു. അവൻ അനുവിനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. നീ എൻ്റെ ഭാര്യയാണ്. ഇനി എൻ്റെ ഇഷ്ടമാണ് നിൻ്റെയും. അനു, നീ എത്ര സുന്ദരിയാണ്. പുറത്ത് ഇടിയും മഴയും തിമർത്തു പെയ്യുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി നിന്നിലുള്ള എൻ്റെ അവകാശം സ്ഥാപിക്കാൻ ഞാൻ തയ്യാറാണ്. അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് പതുക്കെ മന്ത്രിച്ചു. അവൻ്റെ ചൂടുള്ള ശ്വാസം അനുവിൻ്റെ മുഖത്ത് തട്ടിത്തെറിച്ചു. മുറിയിൽ കുറച്ചു നേരത്തേക്ക് പുറത്തെ കനത്ത മഴയുടെ ശബ്ദവും അവരുടെ വേഗതയേറിയ ശ്വാസത്തിൻ്റെ ശബ്ദവും മാത്രമായി. അനു തൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ച് ധൈര്യത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അവകാശം സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും നേടിയെടുക്കേണ്ടതാണ് രാജീവേട്ട, അല്ലാതെ നിർബന്ധിച്ച് വാങ്ങേണ്ടതല്ല. അവളുടെ ശബ്ദം പതിഞ്ഞതാണെങ്കിലും ആ വാക്കുകൾ രാജീവിൻ്റെ ഹൃദയത്തിലാണ് തറച്ചത്. എനിക്ക് കുറച്ച് സമയം വേണം, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതോടെ അവളുടെ അരക്കെട്ടിൽ മുറുകിയിരുന്ന രാജീവിൻ്റെ വിരലുകൾ പതുക്കെ അയഞ്ഞു. അവൻ പെട്ടെന്ന് കൈകൾ വലിച്ച് അവളിൽ നിന്നും നോട്ടം മാറ്റി മുകളിലേക്ക് നോക്കി കിടന്നു. ആ നിമിഷം വീണ്ടും ഒരു മിന്നലടിച്ചു. ഇത്തവണ അനു കണ്ണുകളടച്ച് പേടിയോടെ പുറകോട്ട് മാറി കട്ടിലിൻ്റെ ഒരു വശത്ത് ചെന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാജീവ് പതുക്കെ വലിയ പുതപ്പിൻ്റെ ഒരു ഭാഗം അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത്ര പേടിയാണെങ്കിൽ ഇനി താഴെ കിടക്കേണ്ട, ഇവിടെ സൈഡിൽ കിടന്നു. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. അവൾ കുറച്ച് പേടിയോടെയാണെങ്കിലും അവൻ പറഞ്ഞതനുസരിച്ചു. എന്നാൽ രാജീവ് ഒരു നിമിഷം പോലും കളയാതെ അനുവിൻ്റെ പട്ടുപോലുള്ള അരക്കെട്ടിൽ തൻ്റെ ശക്തമായ കൈകൾ ചുറ്റി അവളെ പൂർണ്ണമായും തൻ്റെ ശരീരത്തിന് താഴെയാക്കി അമർത്തി പിടിച്ചു. അനുവിന് ബോധം തന്നെ മറഞ്ഞു പോകുന്നത് പോലെ തോന്നി. രാജീവിൻ്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിലും കാതുകളിലും തട്ടാൻ തുടങ്ങി. അവൻ്റെ വിരലുകൾ അനുവിൻ്റെ മുഖത്തും മുടിയിലും ഭ്രാന്തമായി ഓടി നടന്നു. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളെ തൻ്റെ പെരുവിരൽ കൊണ്ട് മെല്ലെ അമർത്തി. അവൻ്റെ കൈകൾ അവളുടെ തലയ്ക്ക് ചെവിക്ക് ഇടയിലായിട്ട് മുറുകി. അവൾ ഒന്ന് കുതറി മാറാൻ നോക്കിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കീഴ്ചുണ്ടിനെ നുണഞ്ഞെടുത്തിരുന്നു. അവളുടെ കൈകൾ അവൻ്റെ പുറമേനിയിൽ അമർന്നു. അവൻ അവളുടെ മേൽചുണ്ടിലേക്ക് ചേക്കേറി. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകിയപ്പോൾ അനു ഉയർന്നു പൊങ്ങി. രണ്ട് ചുണ്ടുകളിലേക്കും ഒരുപോലെ ആഴ്ന്നിറങ്ങിയ അവൻ്റെ ചുംബനം വന്യമായി തുടങ്ങി. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായതോടെ അവൾ രണ്ട് കൈകൾ കൊണ്ടും അവൻ്റെ പുറത്ത് ശക്തമായി അടിച്ചു. അവൻ അവളുടെ കീഴ്ചുണ്ട് പതുക്കെ കടിച്ചു വലിച്ച് മോചിപ്പിച്ചു. അനുവിൽ നിന്ന് ഒരു നേർത്ത വിങ്ങൽ പുറത്തു വന്നു. അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും കുതറി മാറി നെഞ്ചിൽ കൈവച്ച് കിതപ്പടക്കാൻ ശ്രമിച്ചു. പ്ലീസ്, ഇപ്പോൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഒന്നിനും തയ്യാറായിട്ടില്ല, അനു അപേക്ഷിക്കുന്നത് പോലെ കൈകൂപ്പി പറഞ്ഞു. ഇത്രത്തോളം വന്നിട്ട് ഇനി ഞാൻ പിന്തിരിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് നീ ഇതെല്ലാം ആലോചിക്കണമായിരുന്നു. സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വന്നുപെട്ട സ്ഥിതിക്ക് ഇനി ഇരയാകാതെ രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല എൻ്റെ മുത്തേ. അവൻ വീണ്ടും അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളുടെ മാറിടം അവൻ്റെ ദൃഢമായ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു. രാജീവേട്ട, പ്ലീസ് വിട്, അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനോട് വീണ്ടും യാചിച്ചു. പക്ഷേ അവൻ്റെ നോട്ടം അവളുടെ മുഖത്തു തന്നെയായിരുന്നു. അതുകൊള്ളാമല്ലോ, നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണനു, അത് നിനക്ക് അറിഞ്ഞൂടെ? ഭർത്താവ് തൊടുമ്പോൾ ഭാര്യമാർ ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ പാടുണ്ടോ? അവൻ വശ്യമായ ചിരിയോടെ ചോദിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. അവൻ പെട്ടെന്ന് അവളുമായി കട്ടിലിൽ ഒന്ന് മറിഞ്ഞു. അവൻ്റെ കൈകൾ അവളുടെ തെന്നി നീങ്ങിയ സാരിക്കിടയിലൂടെ നഗ്നമായ ഇടുപ്പിൽ അമർന്നപ്പോൾ അവൾ ഒന്ന് പിടഞ്ഞു പൊന്തി. ഇന്നെനിക്ക് നിന്നെ വേണമനു, അവൻ ഒരു വാശിയോടെ പറഞ്ഞു. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ വെളുത്ത കുഞ്ഞുമുഖം ചുവന്നു തുടുത്തിരുന്നു. തൻ്റെ ചുംബനം കൊണ്ട് ചുവന്ന ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ശരീരം ഉലയുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് താഴ്ന്നു വന്ന് അവളുടെ ആ ചുവന്ന ചുണ്ടുകളിൽ വീണ്ടും അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അവൻ സാരിക്ക് മുകളിലൂടെ അവളുടെ മാറിടത്തിൽ മെല്ലെ തലോടി.
അവൾ ഉമിനീരിറക്കാൻ പോലും മറന്നുപോയിരുന്നു. രാജീവേട്ടാ, പ്ലീസ് എന്നെ വിടൂ. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. അവൾ പെട്ടെന്ന് അവനെ ശരീരത്തിൽ നിന്നും ശക്തിയായി തള്ളിമാറ്റി ചെരിഞ്ഞു കിടന്നു. അവൻ തൻ്റെ ഷർട്ട് ഊരി മാറ്റി വെച്ചു. എന്നിട്ട് അവളുടെ വയറിലൂടെ കൈ ചുറ്റി അവളെ തൻ്റെ അടുത്തേക്ക് വലിച്ച് നേരെ കിടത്തി. അവളൊന്ന് കുതറിയപ്പോൾ, അനു അടങ്ങിക്കിടക്ക്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതോടെ അവൾ പിന്നെ അനങ്ങിയില്ല. രാജീവ് അവളെ മലർത്തി കിടത്തി. അവൻ പതുക്കെ സാരി തലപ്പിൻ്റെ പിൻ അഴിച്ചു മാറ്റി. മടിക്കുത്തിലെ സാരിയുടെ ഞൊറികളും വലിച്ചെടുത്തു. അവൾ കണ്ണീരോടെ തൻ്റെ 2 കൈകൾ കൊണ്ടും മാറിടം മറച്ചു പിടിച്ചു. അവൻ സാരിയെടുത്ത് സോഫയിലേക്ക് എറിഞ്ഞു. ആ മങ്ങിയ വെളിച്ചത്തിൽ അനുവിനെ മൊത്തത്തിൽ അവൻ ഒഴിഞ്ഞു നോക്കി. ഏതോ ശില്പി ഒറ്റക്കല്ലിൽ തീർത്ത ദേവതയുടെ ശില്പം പോലെയായിരുന്നു അവളുടെ ശരീരവടിവ്. പിന്നെയുള്ള അവൻ്റെ പ്രവൃത്തികളെല്ലാം ഒരു തരം ഭ്രാന്ത് പിടിച്ചവനെ പോലെയായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളോടെ അവളുടെ 2 കൈകളും അവൻ ബലമായി മാറ്റിവെച്ചു. പ്ലീസ്, ദൈന്യതയോടെ അവൾ പറഞ്ഞു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ വളരെ വേഗത്തിൽ അവൻ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ ഓരോന്നായി അഴിച്ച് അവളിൽ നിന്നും അത് വേർപെടുത്തി. അവളുടെ ശരീരത്തിൽ നിന്ന് ഇന്നറും അവൻ മാറ്റി. അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. രാജീവിൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ഞരമ്പിൽ പെട്ടെന്ന് ആഴ്ന്നിറങ്ങി. അവൾ വേദനയോടെ ശബ്ദമുണ്ടാക്കി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലേക്ക് ഇഴഞ്ഞിറങ്ങി. അവൻ അവളുടെ ഇരുമാറുകളും മാറി മാറി ആസ്വദിക്കാൻ തുടങ്ങി. അവയെ തൻ്റെ കൈകളാൽ ഞെരിക്കുകയും കടിച്ചു വലിക്കുകയും ചെയ്തു. രാജീവേട്ട, എനിക്ക് വേദനിക്കുന്നു. അവളിൽ നിന്നും ആർത്തനാദങ്ങൾ ഉയർന്നു. അനു അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ചു. അവളുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് ആഴത്തിലിറങ്ങുകയും മാന്തുകയും ചെയ്തു. അവനിൽ ആവേശം കൂടിക്കൂടി വന്നു. അവളുടെ ശരീരമാകെ ഒരു അഗ്നി പടരുന്നതുപോലെ തോന്നി. അവൻ്റെ നാവ് അവളിലെ ഓരോ അണുവിനെയും രുചിച്ചറിഞ്ഞു. അവളുടെ പൊക്കിൾ ചുഴിയിൽ വിരലുകൾ ഇറക്കി രസിച്ചു. അവളുടെ ശ്വാസവേഗതയും ശീൽക്കാരങ്ങളും ഉച്ചത്തിലായി. അവൻ അവളിൽ ഉണ്ടായിരുന്ന അവസാന വസ്ത്രവും അഴിച്ച് അവളെ പൂർണ്ണ നഗ്നയാക്കി. ജാള്യതയും സങ്കടവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ വസ്ത്രങ്ങളും അവൻ മാറ്റിവെച്ചു. അവളുടെ കാലുകൾ കുറച്ചകത്തി അവൻ അവളുടെ പെൺമയിലേക്ക് മുഖം ചേർത്തു. അവൾ പൊള്ളിപ്പിടഞ്ഞുപോയി. അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ അമർന്നു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ ഓരോ ചെയ്തികൾക്കും സ്വയം കീഴടങ്ങിക്കൊടുത്തു. അവൻ്റെ നാവും വിരലും ചുണ്ടും പല്ലും എല്ലാം അവിടെ എന്തെല്ലാമോ ചെയ്യുന്നത് അവൾ അറിഞ്ഞു. അവൾ അവൻ്റെ മുടിയിഴകളിൽ പിടിച്ചു വലിച്ചു. ഇടയ്ക്ക് അവൾക്ക് വേദനിച്ചുവെങ്കിലും അവൻ നൽകുന്ന ഇതുവരെ അറിയാത്ത ആ സുഖത്തിൽ അവൾ തളർന്നു പോയിരുന്നു. അവൻ അനുവിൻ്റെ കാലെടുത്ത് തൻ്റെ അരക്കെട്ടിലേക്ക് ചേർത്ത് വെച്ചു. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. അവൻ്റെ ഓരോ ഉയർച്ച താഴ്ചകളിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. എനിക്ക് വേദനിക്കുന്നു രാജീവേട്ട, എന്നെക്കൊണ്ട് പറ്റില്ല, പ്ലീസ്, എനിക്ക് ശരിക്കും വേദനിക്കുന്നു. അവൾ ഉറക്കെ തന്നെ കരഞ്ഞുപോയി. അനു, ഇങ്ങനെ ശബ്ദമുണ്ടാക്കാതെ, പുറത്ത് ആളുകൾ ഉള്ളതാണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഈ വേദന ഇപ്പോൾ മാറും, നീ കുറച്ച് ക്ഷമിക്ക്, അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഒടുവിൽ ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് അവൻ മുഖം പൂഴ്ത്തിക്കിടന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അപ്പോഴും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. പുറത്ത് മിന്നൽ പിണരുകളോടെ മഴ അപ്പോഴും ആർത്ത് പെയ്തുകൊണ്ടിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അവൻ വീണ്ടും അവളിൽ പെയ്യാൻ തയ്യാറായിയെങ്കിലും അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതിനാൽ അവൻ അടങ്ങിക്കിടന്നു. ആരുടെയൊക്കെയോ ശബ്ദം കേട്ടുകൊണ്ടാണ് അനു കണ്ണുകൾ തുറന്നത്. പ്രഭാത വെളിച്ചം ജനൽ തിരശീലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങി മുറിയിലാകെ പടരുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. സമയം 8 മണി. അവൾ ഞെട്ടിപ്പോയി. വേഗത്തിൽ എഴുന്നേൽക്കാൻ ആഞ്ഞപ്പോഴാണ് അവളുടെ ദേഹത്ത് വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം പോലും ഇല്ലെന്ന വിവരം അവൾ ഓർക്കുന്നത്. പോരാത്തതിന് ദേഹം മുഴുവൻ കടുത്ത വേദനയും. രാത്രിയിലെ ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. അവൾ അരികിലേക്ക് നോക്കിയപ്പോൾ രാജീവ് കമിഴ്ന്നു കിടന്ന് നല്ല ഉറക്കത്തിലാണ്. അവൾ കണ്ണുകൾ തുടച്ച് പതുക്കെ കട്ടിലിൽ നിന്നും ഇറങ്ങി. വസ്ത്രങ്ങളെടുത്ത് ബാത്റൂമിൽ കയറി വാതിലടച്ചു. ഷവറിന് താഴെ നിന്നപ്പോൾ അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ നീറുന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് അതേ സാരിയെടുത്ത് ഇറങ്ങിയ അവൾ തൻ്റെ മുറിയിൽ ചെന്ന് വസ്ത്രം മാറി അടുക്കളയിലേക്ക് നടന്നു. ദേവകിയും സുമിത്രയും സീതയും പ്രാതൽ എടുത്തു വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പുറത്തു നിന്നും വിരുന്നുകാരുടെ പോകാനുള്ള തിരക്കും ബഹളവും കേൾക്കാം. അനു, വാ, ദേവകി അവളെ സ്നേഹത്തോടെ വിളിച്ചു. അനുവിൻ്റെ മുഖത്തെയും ചുണ്ടിലെയും ചുവപ്പും കഴുത്തിലെ പാടുകളും കണ്ട ദേവകിയും സുമിത്രയും മുഖത്തോട് മുഖം നോക്കി അർത്ഥഗർഭമായി ചിരിച്ചു. അനു ലജ്ജയോടെ തല താഴ്ത്തി നിന്നു. സുമിത്രേ, മോൾക്ക് ഒരു ചായ എടുത്തു കൊടുക്ക്, ഞാൻ ഇതുകൂടി എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കട്ടെ, സുമിത്രയെ നോക്കി ചിരിയോടെ ദേവകി പറഞ്ഞു. അതിഥികളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും രാജീവും കുളിച്ച് ഫ്രഷായി വന്നിരുന്നു.
വിരുന്നുകാർ യാത്ര പറഞ്ഞു പോയതിനു ശേഷമാണ് അവർ 4 പേരും ഭക്ഷണം കഴിക്കാനിരുന്നത്. അനുവിന് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നി. രാത്രിയിലെ ആഘാതത്തിൽ നിന്നും അവൾ ഇപ്പോഴും മോചിതയായിരുന്നില്ല. അവൾ ഒന്നും കഴിക്കാതെ പ്ലേറ്റിൽ കൈവിരലുകളിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. ദേവകിയും സുമിത്രയും പരസ്പരം നോക്കി വീണ്ടും പുഞ്ചിരിച്ചു. അവരുടെ മനസ്സിൽ രാജീവും അനുവും ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയതിൻ്റെ സമാധാനവും സന്തോഷവുമായിരുന്നു. അവർ രണ്ടുപേരും മനസ്സിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. രാജീവാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരുന്നു. ഭക്ഷണം കഴിഞ്ഞയുടനെ സുമിത്ര പോകാൻ തയ്യാറായതും അനു അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. സുമിത്രയ്ക്കും കരച്ചിൽ അടക്കാനായില്ല. അതുകൊണ്ട് രാജീവ് ഗൗരവത്തോടെ പറഞ്ഞു, സുമിത്ര ആൻറ്റി, നിങ്ങൾ വിഷമിക്കേണ്ട. ഇനി മുതൽ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അവൻ ഒരു നിമിഷം അനുവിനെ നോക്കി തുടർന്നു. പിന്നെ ഇനി ചെറിയൊരു റിസപ്ഷൻ ഉടനെ തന്നെ നടത്തണം. നാട്ടുകാരെയും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും വിളിക്കാനുണ്ട്. സുമിത്ര ചിരിയോടെ തലയാട്ടി. ശരി മോനെ, നീ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ. ദേവകി, എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. നീ നിൻ്റെ മരുമകളെ ഏറ്റെടുത്തോളൂ. അവർ കരഞ്ഞുകൊണ്ട് അവളെ ദേവകിയുടെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അനു ഞെട്ടലോടെ അമ്മയെ നോക്കി. അമ്മേ, ഇന്ന് തന്നെ പോകണോ? ഞാനും വരാം അമ്മേ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കഴിയേണ്ടി വരില്ലേ അവിടെ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. മിണ്ടാതിരിക്കെ, എന്തൊക്കെയാ നീ പറയുന്നത്? രാജീവ് ശബ്ദം താഴ്ത്തിയാണ് അവളോട് പറഞ്ഞതെങ്കിലും ദേവകിയും സുമിത്രയും അത് കേട്ട് അവനെ നോക്കി. അത് ഒന്നുമില്ല ആൻറ്റി. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൻറ്റിക്ക് വിഷമമാവില്ലേ? അതുകൊണ്ട് പറഞ്ഞതാണ്. ആൻറ്റി ഇവളെ ഓർത്ത് ഒട്ടും വിഷമിക്കേണ്ട, അവൻ പെട്ടെന്ന് പറഞ്ഞു. അനു എന്തോ പറയാനായി ചുണ്ടുകൾ പിളർത്തിയെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. അവൾ ദയനീയതയോടെ അമ്മയെ നോക്കി. സുമിത്ര അവളെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ നെറുകയിൽ ചുംബിച്ചു. മോളെ, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ വീട്. രാജീവിൻ്റെ കൂടെ നീ സന്തോഷത്തോടെ കഴിയണം. അമ്മയെക്കുറിച്ചോർത്ത് മോള് വിഷമിക്കേണ്ട. അമ്മ ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വരില്ലേ? അതുപോലെ നിങ്ങളെല്ലാവരും അമ്മയെ കാണാൻ അങ്ങോട്ടും വായോ. അവർ അനുവിൻ്റെ താടിയിൽ പിടിച്ച് അവളുടെ മുഖമുയർത്തി കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവകി അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. സുമിത്രേ, വിഷമിക്കേണ്ട. ഇവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവർ അനുവിനെ മാറോട് ചേർത്തു. സുമിത്ര പതുക്കെ തലയാട്ടി. പിന്നീട് പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു. അവർ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അനുവിൻ്റെ കണ്ണുകൾ ഗേറ്റിൽ തന്നെ തറഞ്ഞു നിന്നു. അനു, നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? രാജീവ് നീരസത്തോടെ ചോദിച്ചു. ദേവകി പതുക്കെ പറഞ്ഞു. മോനെ, അവളുടെ അമ്മയെ പിരിയുമ്പോൾ അവൾക്ക് വിഷമമുണ്ടാകില്ലേ? ഇതുവരെ അവർ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടില്ല. ഈ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് കുറച്ച് സമയമെടുക്കും. രാജീവ് അമ്മയെ നോക്കി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അമ്മേ, സമയം എത്ര വേണമെങ്കിലും എടുത്തോട്ടെ. പക്ഷേ ഇതുപോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുതെന്ന് അവളോട് പറഞ്ഞേക്ക്. അനു ഒന്നും മിണ്ടാതെ തൻ്റെ മുറിയിലേക്ക് നടന്നു. കരഞ്ഞു തളർന്ന അനു അവിടെ ഇരുന്ന് അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു. അനു, രാജീവിൻ്റെ ആ വിളി കേട്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. എന്താ രാജീവേട്ടാ? ഭയത്തോടെ ചോദിച്ചുകൊണ്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നിനക്കൊരു വിവരവും ഇല്ലേ അനു? ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി വിരിക്കാനുള്ള ബോധം പോലും നിനക്കില്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ചെയ്യാം. അവൾ പെട്ടെന്ന് റൂമിലേക്ക് നടന്നു. രാജീവ് ബെഡ്ഷീറ്റെല്ലാം താഴേക്ക് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോഴാണ് അവൻ എന്തുകൊണ്ടാണ് അത്രയധികം ദേഷ്യപ്പെട്ടതെന്ന് അവൾക്ക് മനസ്സിലായത്. കഴിഞ്ഞ രാത്രിയിലെ ചോരപ്പാടുകൾ ആ ബെഡ്ഷീറ്റിൽ തെളിഞ്ഞു നിന്നിരുന്നു. ആ കാഴ്ച അവളുടെ ഉള്ളിൽ വീണ്ടും ഒരു വിറയലുണ്ടാക്കി. അവൾ വേഗം പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ചു. താഴെ കിടന്നിരുന്ന പഴയ ബെഡ്ഷീറ്റ് കഴുകിയിടാനായി കയ്യിലെടുത്തു. ആ പകൽ എങ്ങനെയാണ് കടന്നുപോയതെന്ന് അനുവിന് മനസ്സിലായില്ല. അത്താഴം കഴിഞ്ഞ് കിടപ്പുമുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ഭയം തീക്കനലായി എരിയുന്നുണ്ടായിരുന്നു. ബെഡിൽ ചാരിയിരുന്ന് മൊബൈൽ നോക്കുന്ന രാജീവിനെ കണ്ടതും അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. ഒരു വലിയ അപകടത്തിന് മുന്നിൽ നിൽക്കുന്നത് പോലെ അവൾ തരിച്ചു നിന്നു. തൻ്റെ അരികിലേക്ക് വരാതെ മേശയ്ക്കരികിൽ ഭയത്തോടെ നിൽക്കുന്ന അനുവിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? നിന്റെ കരച്ചിലൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ച് അവൻ അവളുടെ കൈകളിൽ പിടിച്ചു. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തിയ നിമിഷം അവൻ്റെ കൈകൾ വഴുതി മാറി അവളുടെ അരക്കെട്ടിൽ മുറുകി. അനുവിൻ്റെ ശരീരമാകെ ഒരു തണുത്ത വിറയൽ പടർന്നു. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാ മതിയോ? നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കേണ്ടേ? ഒരു വശ്യമായ ചിരിയോടെ അവൻ ചോദിച്ചു. മുറിയിൽ നിശബ്ദത പടർന്നു. ജനൽ തിരശീലകൾക്ക് പുറത്തുനിന്ന് ദൂരെയുള്ള വാഹനങ്ങളുടെ നേർത്ത ശബ്ദം മാത്രം കേൾക്കാമായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട് രാജീവേട്ട. ഇന്ന് ഒന്നും വേണ്ട. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലെ ഓർമ്മകൾ അവളുടെ ശരീരത്തിൻ്റെ വേദന പിന്നെയും ഇരട്ടിയാക്കിയിരുന്നു. രാജീവ് അവളിലുള്ള പിടി ഒന്നുകൂടി മുറുക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ക്ഷീണമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇന്നലെ തന്നെ ഒന്നുകൂടി ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ നീ അപ്പോഴേക്കും തളർന്നു പോയിരുന്നു. ഇന്നും ക്ഷീണമാണെന്ന് പറഞ്ഞാൽ പറ്റില്ല.
അവൻ്റെ മുഖത്ത് അപ്പോഴും അവശ്യമായ ചിരിയുണ്ടായിരുന്നു. അവൾ പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി. പക്ഷെ അവളുടെ കണ്ണുകളിലെ യാചനയും വേദനയും മനസ്സിലാക്കാൻ മാത്രം അവന് കഴിഞ്ഞില്ല. അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തുടർന്നു. നിന്റെ ഈ സാമീപ്യത്തിന് വേണ്ടിയല്ലേ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയത്? അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ തന്നെ ഞാൻ നിന്നെ പറഞ്ഞയക്കുമായിരുന്നില്ലേ? രാജീവിൻ്റെ ആ വാക്കുകൾ കേട്ടതും അനു ഞെട്ടലോടെ അവനെ തള്ളി മാറ്റി. അവൾക്കു ചുറ്റും ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. സ്നേഹിക്കാനല്ല, മറിച്ച് അവൻ്റെ വികാരങ്ങൾ തീർക്കാൻ മാത്രമാണ് തന്നെ വേണ്ടത് എന്നല്ലേ അവൻ പറഞ്ഞത്? ആ തിരിച്ചറിവ് അത്രമേൽ ആഴത്തിലാണ് അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അവളുടെ ശബ്ദം അറിയാതെ ഉയർന്നുപോയി. നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ടല്ലേ ഇവിടെ തടഞ്ഞു നിർത്തിയത്? അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ വീണ്ടും അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഈ സമയത്താണോ ഇതൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യാനു. അവൻ്റെ കണ്ണുകളിലെ ഭാവം മാറുന്നത് അവൾ ഭീതിയോടെ കണ്ടു. അവൾക്ക് ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ തോന്നി. എനിക്ക് വയ്യ, എൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്കും ക്ഷീണമുണ്ടനു. ആ ക്ഷീണം മാറ്റാൻ നിനക്കേ കഴിയൂ. അവൻ അവളുടെ യാചനകൾക്ക് കാതോർത്തില്ല. അവളെ കൈകളിൽ കോരിയെടുത്ത് കിടക്കയിലേക്ക് കിടത്തി. റൂമിലെ ലൈറ്റുകളെല്ലാം അണച്ച് അവൻ പെട്ടെന്ന് തന്നെ അവളിലേക്ക് അമർന്നു. ദിവസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നുപോയി. ബികോം പരീക്ഷയുടെ ഫലം വരുന്ന ദിവസമായിരുന്നു അന്ന്. ആൻറ്റി, എനിക്ക് ഡിസ്റ്റിങ്ഷനുണ്ട്. അനു ഓടിച്ചെന്ന് ദേവകിയെ കെട്ടിപ്പിടിച്ചു. ആണോ മോളെ? എവിടെ നോക്കട്ടെ? റിസൾട്ട് നോക്കിയ ദേവകിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവർ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ തുരുതുരെ ഉമ്മ വെച്ചു. മോളെ, വേഗം സുമിത്രയെ വിളിച്ച് ഈ വിവരം അറിയിക്കേ. ഇങ്ങോട്ട് വരാനും പറയും. ആ, ഞാൻ വിളിക്കാം അമ്മേ. അവൾ വേഗം ഫോണെടുത്ത് അമ്മയെ വിളിച്ച് സന്തോഷം പങ്കുവച്ചു. മോളെ, രാജീവിനോട് പറഞ്ഞോ? ഇല്ലല്ലോ, ദേവകി ചോദിച്ചു. ഇല്ല അമ്മേ, അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി അപ്പോഴേക്കും മാഞ്ഞുപോയിരുന്നു. ദേവകി ഒരു ദീർഘശ്വാസമെടുത്തു. അവർക്കിടയിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ വലിയ അകലം ഒരു അമ്മ എന്ന നിലയിൽ ദേവകിക്ക് അറിയാമായിരുന്നു. അനു മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ അടുക്കുന്നതോ രാജീവിനൊട്ടും ഇഷ്ടമായിരുന്നില്ല. അത് സുഹൃത്തുക്കളായാലും സ്വന്തം ബന്ധുക്കളായാലും. സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോകാൻ പോലും അവൻ അവളെ അനുവദിച്ചിരുന്നില്ല. ചോദിച്ചാൽ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല ന്യായീകരണം അവൻ പറയും. അതുകൊണ്ട് തന്നെ സുമിത്ര ആഴ്ചയിലൊരിക്കൽ ഇവിടെ വന്ന് മകളെ കണ്ടിട്ടാണ് പോയിരുന്നത്. പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവൻ അവളെ വഴക്കു പറയുമായിരുന്നു. എല്ലാവരോടും സ്വതന്ത്രമായി കളിച്ച് ചിരിച്ച് ഇടപഴകിയിരുന്ന അനുവിന് ആദ്യമൊക്കെ ഇതൊരു വലിയ ആഘാതമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അവൾ ഒന്നിനും പ്രതികരിക്കാതെയായി, എങ്ങോട്ടും പോകാതെയായി. ദേവകി അവനെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവനിൽ ഒരു മാറ്റവും വന്നില്ല. സ്വന്തം സങ്കടങ്ങൾ ആരോടും തുറന്നു പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലെ തിളങ്ങി നിന്നിരുന്ന ആ പെൺകുട്ടി ഇന്ന് കരിന്തിരി കത്തുന്ന വിളക്കുപോലെയായി മാറിയിരിക്കുന്നു. അവളുടെ ഈ മാറ്റം ദേവകിയെയും സുമിത്രയെയും ഒരുപോലെ സങ്കടത്തിലാഴ്ത്തി. മോളെ, അവനെ വിളിച്ച് പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ അതിനും അവൻ ദേഷ്യപ്പെടും, ദേവകി ഓർമ്മിപ്പിച്ചു. അവൾ ഉടനെ തന്നെ രാജീവിനെ വിളിച്ച് വിവരം പറഞ്ഞു. അവനൊന്ന് മൂളുക മാത്രം ചെയ്ത് ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം 4 മണിയോടെ സുമിത്ര എത്തി. മകളുടെ വിജയത്തിൽ അവർ വളരെയധികം സന്തോഷവതിയായിരുന്നു. രാജീവ് എത്തിയപ്പോഴേക്കും സമയം 7 മണി കഴിഞ്ഞിരുന്നു. കുളിച്ച് ഫ്രഷായി ഹാളിലെത്തിയ അവനോട് അനുവിനെ എംകോമിന് വിടുന്നതിനെക്കുറിച്ച് ദേവകി സംസാരിച്ചു. എന്നാൽ അത് കേട്ട ഉടനെ അവൻ്റെ മറുപടിയും വന്നു. വേണ്ട. അവർ 3 പേരും ഞെട്ടലോടെ മുഖത്തോട് മുഖം നോക്കി. അതെന്താ മോനെ? സുമിത്ര പതുക്കെ ചോദിച്ചു. ഇനി പഠിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. ടിവിയിലേക്ക് ശ്രദ്ധ തിരിച്ച് അവൻ അലസമായി പറഞ്ഞു. എങ്കിൽ ഞാനൊരു ജോലിക്ക് ശ്രമിക്കാം, അനു പെട്ടെന്ന് പറഞ്ഞു. രാജീവ് അവളെ തുറിച്ചു നോക്കി. നീ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ വേണോ ഇവിടെ ജീവിക്കാൻ? നിന്റെ വീട് പോലെ ഇത് ദാരിദ്ര്യം പിടിച്ച വീടൊന്നുമല്ല. നിനക്ക് നമുക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്കും സുഖമായി കഴിയാനുള്ളതൊക്കെ ഇവിടെയുണ്ട്. മാത്രമല്ല, ഞാൻ ജോലിക്ക് പോയി സമ്പാദിക്കുന്നുമുണ്ട്, മനസ്സിലായോ? അവൻ ശബ്ദമുയർത്തി ദേഷ്യത്തോടെ പറഞ്ഞു. സുമിത്രയും ദേവകിയും കണ്ണുമിഴിച്ച് അവനെ നോക്കി നിന്നു. അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. രാജീവേട്ട, എന്നെയൊന്നും മനസ്സിലാക്ക്. ഞാൻ ജോലിക്ക് പോകുന്നത് ഈ കുടുംബത്തിന് ഒരു സഹായമാകും എന്ന് കരുതിയതുകൊണ്ടല്ല. എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ എനിക്ക് കഴിയുന്നതുപോലെ നോക്കണം. അതിന് രാജീവേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രവുമല്ല, ഒരു ജോലിക്ക് പോകണമെന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രാജീവേട്ട. അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. ഓ, അപ്പോൾ നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഞാനൊരു അന്യനാണല്ലേ? ജോലിക്ക് പോകാൻ വേണ്ടി എന്തു കുറവാ ഞാൻ നിനക്കിവിടെ വരുത്തുന്നത്? അവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു.
അനു ഒന്നും മിണ്ടാതെ നിറഞ്ഞ കണ്ണുകളോടെ ദേവകിയെയും സുമിത്രയെയും നോക്കി. ദേവകി അവനെ തിരുത്താനായി എന്തോ പറയാൻ തുടങ്ങിയതും അനു, നീ ചോറെടുത്ത് വയ്ക്ക്, നല്ല ക്ഷീണമുണ്ട്, വേഗം കിടക്കണം എന്നും പറഞ്ഞ് രാജീവ് എഴുന്നേറ്റ് ഡൈനിങ് ടേബിളിനടുത്തേക്ക് നടന്നു. അന്നും രാത്രി രാജീവ് അനുവിനുമേൽ അവൻ്റെ വികാരങ്ങൾ തീർക്കുമ്പോൾ അവൾ ജീവനില്ലാത്ത ഒരു ശില പോലെ കിടന്നുകൊടുത്തു. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തല്ലിത്തകർത്തതോടെ അവനോട് ഇന്നുവരെ തോന്നാത്ത ദേഷ്യവും വെറുപ്പും തോന്നി തുടങ്ങിയിരുന്നു. പിന്നീടുള്ള രാത്രികളിൽ അവളുടെ ആ നിർവികാരത അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വേദനാജനകമായ ഒരാഴ്ച കൂടി കടന്നുപോയി. അന്ന് രാവിലെയാണ് അനുവിൻ്റെ വീടിനടുത്തുള്ള രമ്യയുടെ ഫോൺ കോൾ വരുന്നത്. അമ്മേ! കോൾ അറ്റൻഡ് ചെയ്ത അനുവിൻ്റെ ആ ദീനമായ നിലവിളി കേട്ടുകൊണ്ടാണ് ദേവകിയും സീതയും അടുക്കളയിൽ നിന്നും ഓടിയെത്തിയത്. സുമിത്ര ആശുപത്രിയിലാണ്. കടുത്ത നെഞ്ചുവേദന വന്ന് വയ്യാതായപ്പോൾ അവർ രമ്യയെ വിളിക്കുകയായിരുന്നു. ആ വാർത്ത കേട്ടതും അനുവിൻ്റെ ലോകം തകരുന്നതുപോലെ തോന്നി. അനുവും ദേവകിയും ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു. വരുന്ന വഴിക്ക് ദേവകി രാജീവിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അനുവും ദേവകിയും ശ്വാസം അടക്കി പിടിച്ച് ആശുപത്രിയുടെ ICUവിന് മുന്നിലേക്ക് ഓടിയെത്തി. അവിടെ കാത്തുനിന്നിരുന്ന രമ്യയെ കണ്ടതും അനുവിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു. അനു കരച്ചിലോടെ ഡോക്ടറുടെ കൈകളിൽ പിടിച്ചു. ഡോക്ടർ, എൻ്റെ അമ്മയ്ക്ക്... അവൾക്ക് വാക്കുകൾ പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നേരത്തെ തന്നെ അവർക്ക് ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണല്ലോ. കടുത്ത മാനസിക സമ്മർദ്ദവും ടെൻഷനും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഞാൻ മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഇതിപ്പോൾ ഒരാഴ്ചയായി അവർ വലിയ എന്തോ മാനസിക വിഷമം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ആ സങ്കടവും ചിന്തകളുമാണ് ഇപ്പോൾ കടുത്ത ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത്. പരിശോധിച്ചപ്പോൾ ഹൃദയത്തിൽ പ്രധാന 3 ബ്ലോക്കുകൾ കണ്ടിട്ടുണ്ട്. ഒട്ടും സമയം കളയാനില്ല, അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതും അനുവിൻ്റെ ശരീരം തളർന്നുപോയി. അവൾ ചുമരിലേക്ക് ചാരി സാവധാനം നിലത്തേക്കിരുന്നു. ആരും കാണാതെ കണ്ണീരൊഴുക്കി അന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ അമ്മയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൾ ദേവകിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ദേവകി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അരികിലുള്ള കസേരയിലേക്ക് ഇരുത്തി. ശസ്ത്രക്രിയയ്ക്കുള്ള സമ്മതപത്രങ്ങളിൽ ഒപ്പുവയ്ക്കാൻ നഴ്സ് വന്ന് വിളിച്ചതിനെ തുടർന്ന് ദേവകി രമ്യയെയും കൂട്ടി അവരുടെ കൂടെ പോയി. സുമിത്രയുടെ ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി പൂർത്തിയായി. അപ്പോഴേക്കും വിവരമറിഞ്ഞ് രാജീവും അവിടെ എത്തിയിരുന്നു. 5 ദിവസമെങ്കിലും ആശുപത്രിയിൽ കിടക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അനു അമ്മയ്ക്ക് കൂട്ടിയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ അറിയിച്ചു. രാവിലെ തന്നെ രാജീവും ദേവകിയും എത്തിയിരുന്നു. ഡിസ്ചാർജ് വാങ്ങി ഇറങ്ങിയതിന് ശേഷം സുമിത്രയെ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ദേവകി പറഞ്ഞെങ്കിലും അവർ അത് സ്നേഹത്തോടെ നിരസിച്ചു. അതൊന്നും ശരിയാകില്ല ദേവകി, ഒരാഴ്ച കൂടി അനുവിനെ എൻ്റെ കൂടെ നിർത്താൻ സമ്മതിച്ചാൽ മാത്രം മതി, സുമിത്ര പറഞ്ഞു. അത് കേട്ടതോടെ രാജീവ് ഇടപെട്ടു. ആൻറ്റി, അങ്ങോട്ട് പോര്. അവിടെ നമ്മുടെ സീത ചേച്ചിയാണെങ്കിൽ മകൾ നയനയുടെ പ്രസവം അടുത്തതുകൊണ്ട് തൃശ്ശൂർക്ക് പോവുകയാണ്. എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ടത്രേ. അതൊക്കെ കഴിഞ്ഞാലും അവർ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ല. കാരണം നയന ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ കുട്ടിയെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഇതുവരെ അമ്മയ്ക്ക് വലിയൊരു കൂട്ടായിരുന്നു സീത ചേച്ചി. ഇനിയിപ്പോൾ ആൻറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതെല്ലാവർക്കും നല്ലതല്ലേ. രണ്ടുപേരെയും ഒരുമിച്ച് നോക്കാൻ അനുവിനും എളുപ്പമായിരിക്കും. അവൻ അനുവിനെ ഒന്ന് നോക്കി. എന്നാൽ അവൾ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ നിൽക്കുകയേ ചെയ്തുള്ളൂ. രാജീവിന് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് അവൻ അനുവിനോട് പറഞ്ഞു, ആൻറ്റിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടതിന് ശേഷം നീ തിരിച്ചു വന്നേക്ക്. ആൻറ്റിയെ നോക്കാൻ ഞാനൊരു ഹോം നഴ്സിനെ ഏർപ്പാട് ചെയ്യാം. അവൾ അവനെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരുന്നു. രാവിലത്തെ ഭക്ഷണവും മരുന്നും കഴിഞ്ഞ് സുമിത്ര ഒന്ന് മയങ്ങിയപ്പോൾ അനു തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ദേവകിയോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. കസേരയിൽ ഇരിക്കുകയായിരുന്ന ദേവകിയുടെ അരികിലേക്ക് അനു പതുക്കെ ചെന്നിരുന്നു. ആൻറ്റി, അവൾ മെല്ലെ വിളിച്ചു. എന്താ മോളെ, അമ്മ ഉറങ്ങിയോ? എനിക്ക് ആൻറ്റിയോട് ഒരു കാര്യം പറയാനുണ്ട്, അവൾ മടിച്ചു പറഞ്ഞു. എന്താ മോളെ, പറയ്. അതിനെന്തിനാ ഇത്ര മുഖവുര? അവർ സ്നേഹത്തോടെ ചിരിച്ചു. അത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്, അവൾ പെട്ടെന്ന് പറഞ്ഞു. ആ, പോകണം. അമ്മയുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ട് പതിയെ വന്നാൽ മതി. ഡിസ്ചാർജ് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലാക്കാൻ ഞാനും വരുന്നുണ്ട്. അത് കഴിഞ്ഞാലും ഞാനും രാജീവും ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാം. മോൾ വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ നിൻ്റെ കൂടെ തന്നെയുണ്ട്. അവരുടെ കൈകൾ അനുവിൻ്റെ തലയിൽ തലോടി. അതല്ല ആൻറ്റി.
അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ പെട്ടെന്ന് തല താഴ്ത്തി. എന്താ മോളെ, എന്തിനാ നീ കരയുന്നത്? അവർ ആദിയോട് ചോദിച്ചു. ഞാൻ ഇനി തിരിച്ചങ്ങോട്ടേക്ക് വരുന്നില്ല ആൻറ്റി, അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മോളെ, ഞെട്ടലിൽ ദേവകിയുടെ ശബ്ദം ഉയർന്നുപോയി. അവർ പെട്ടെന്ന് ചുറ്റും നോക്കി. പിന്നെ പതുക്കെ എഴുന്നേറ്റ് അനുവിനെയും പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? അവർ അവളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, അതെ ആൻറ്റി, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. എനിക്ക് രാജീവേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവളുടെ ശബ്ദം മുമ്പ് എങ്ങുമില്ലാത്ത വിധം ഉറച്ചതായിരുന്നു. ദേവകിക്ക് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. അവർ തളർച്ചയോടെ കസേരയിലേക്ക് തന്നെ തിരികെയിരുന്നു. കുറച്ചുനേരം കനത്തൊരു നിശബ്ദത ആ മുറിയിൽ പടർന്നു. മോളെ, അവന് കുറച്ച് വാശിയൊക്കെ ഉണ്ട്. അത് മോൾക്ക് അറിയാവുന്നതല്ലേ? മോളുടെ ജോലിയുടെ കാര്യം അത് ഞാൻ അവനോട് സംസാരിച്ച് ശരിയാക്കാം. അവർ നിറഞ്ഞ കണ്ണുകളോടെ അനുവിൻ്റെ കൈകളിൽ പിടിച്ചു. ഇനി ഒന്നും ശരിയാകില്ല ആൻറ്റി, എനിക്ക് മടുത്തുപോയി. അവളുടെ ശബ്ദമിടറി. ഇല്ല മോളെ, ഞാൻ പറയാം അവനോട്. എൻ്റെ മോൾ ഇങ്ങനെ ഒന്നും പറയരുത്. ആൻറ്റിക്ക് അത് താങ്ങാൻ കഴിയില്ല. അവർ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അപേക്ഷിച്ചു. ആൻറ്റിക്ക് അറിയാമോ, കുറച്ചു മുൻപ് രാജീവേട്ടൻ എന്നോട് എന്താ പറഞ്ഞിട്ട് പോയതെന്ന്? അമ്മയെ നോക്കാൻ ഹോം നേഴ്സിനെ വെക്കാം, എന്നോട് ഇന്ന് തന്നെ സ്വന്തം വീട്ടിലേക്ക് വരണമെന്ന്. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അത് അവൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ? സ്നേഹം? അവൾ പുച്ഛത്തോടെ ചിരിച്ചു. സ്നേഹം കൊണ്ടല്ല ആൻറ്റി, കേവലം കാമം കൊണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ശരീരം മാത്രമേ ആവശ്യമുള്ളൂ. അമ്മയോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് നാണക്കേടുണ്ട്, അതിലേറെ സങ്കടവുമുണ്ട്. പക്ഷേ ഇതാണ് സത്യം. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ കവിളുകളിലേക്ക് ഒലിച്ചിറങ്ങി. ദേവകി ഞെട്ടിത്തരിച്ചുപോയി. അവർ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച ആ കണ്ണുകളിലേക്ക് നോക്കി. മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് ആൻറ്റി. ആ വീട്ടിൽ കയറിയ ദിവസം മുതൽ ഞാൻ അനുഭവിക്കുന്നതാണിത്. ഇനിയും എനിക്ക് വയ്യ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവകിയെ കെട്ടിപ്പിടിച്ചു. താൻ കേൾക്കുന്നത് സത്യമാണോ എന്നറിയാതെ, എന്താണ് പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ മനസ്സിലാകാതെ ദേവകി അവളെ ചേർത്ത് പിടിച്ച് നിശബ്ദമായി കണ്ണീർ വാർത്തു. അപ്പോഴേക്കും നഴ്സ് വന്ന് ബില്ലടയ്ക്കാനും ഡിസ്ചാർജ് ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാനും ആവശ്യപ്പെട്ടു. ചെയ്യാം, ദേവകി പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, ഞാൻ ബില്ലടച്ചിട്ട് വരാം. മോൾ ഇവിടെ നിൽക്ക്, അമ്മ ഉണർന്നാലോ? അവർ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. ഡിസ്ചാർജ് വാങ്ങി ദേവകി അനുവിനെയും സുമിത്രയെയും അവരുടെ വീട്ടിലാക്കി തിരികെ സ്വന്തം വീട്ടിലെത്തി. അന്ന് വൈകുന്നേരം രാജീവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പതിവ് പോലെ ഹാളിൽ അനുവിനെ കണ്ടില്ല. അവൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ശൂന്യത പടർന്നു. അവൻ എല്ലാ മുറികളിലും അടുക്കളയിലും അവളെ തിരിഞ്ഞു നടന്നു. എന്നാൽ അവൾ എവിടെയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അവൻ അനുവിനോട് ദേഷ്യം തോന്നി തുടങ്ങി. താൻ പറഞ്ഞത് കേൾക്കാതെ അവൾ അവളുടെ സ്വന്തം വീട്ടിൽ തന്നെ നിന്നിരിക്കുകയാണ്. അപ്പോഴാണ് ദേവകി അവൻ്റെ അടുത്തേക്ക് വന്നത്. അവരുടെ മുഖം സങ്കടം കൊണ്ട് വല്ലാതെ ചുവന്നിരുന്നു. കരഞ്ഞ കണ്ണുകൾ വീങ്ങിയിരുന്നു. അവളുടെ അമ്മയുടെ കൂടെയുണ്ട്. രാജീവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. എന്നാൽ രാജീവ് അപ്പോൾ അനുവിനെ പറ്റി അല്ല ചോദിച്ചത്. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മ എന്തിനാ കരഞ്ഞത്? അവൻ പരിഭ്രമത്തോടെ അവരുടെ മുഖം കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. അവർ അവൻ്റെ കൈകൾ തട്ടിമാറ്റി. കടുത്ത പുച്ഛത്തോടെ അവർ ചോദിച്ചു, ഇനി എനിക്ക് എന്താ പറ്റാനാണ്? ഞാൻ അത്രയേറെ ആഗ്രഹിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന മരുമകൾ, അല്ല എൻ്റെ സ്വന്തം മകൾ, എന്നെ വിട്ടു പോയില്ലേ? അവരുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ഇതുതന്നെയാണ് ഞാൻ അവളോട് ഇന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് കർശനമായി പറഞ്ഞത്. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ദേവകി സർവ്വശക്തിയുമെടുത്ത് അവൻ്റെ ചെകിട്ടത്തടിച്ചു. രാജീവ് ഞെട്ടലോടെ കവിളിൽ കൈവച്ചു. ഒരു നിമിഷത്തേക്ക് അവന് കേൾവിശക്തി തന്നെ നഷ്ടമായതുപോലെ തോന്നി. അവൻ തല കുടഞ്ഞ അമ്മയെ നോക്കി. അവരുടെ കണ്ണുകളിൽ നിന്നും തീപ്പൊരി പാറുന്നതുപോലെ അവന് തോന്നി. അവർ ക്രോധം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവളുടെ അമ്മ ഹൃദയാഘാതം വന്ന ചികിത്സയിലാണ്. അപ്പോൾ അവരെ നോക്കാതെ അവൾ നിന്റെ അടുത്ത് വന്ന് നിൽക്കണോ? അതിന് മാത്രം നിനക്കെന്താടാ സൂക്കേട്? അവൾ എന്നോട് ആശുപത്രിയിൽ വെച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ചിന്തയുണ്ടായിരുന്നു. എൻ്റെ മകൻ അങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകന് ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. അവൾ വെറുതെ പറയുകയാണെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, അവൾ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി സത്യമാണെന്ന്. അതെ, അവളെടുത്ത തീരുമാനം തന്നെയാണ് ശരി. അതുമാത്രമാണ് ശരി. ദേവകി രാജീവിനെ ദേഷ്യത്തോടെ തള്ളിമാറ്റിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ ഈ ഭാവമാറ്റം കണ്ട് രാജീവ് ഭയന്നുപോയിരുന്നു. ഇത്രയും ദേഷ്യത്തിൽ ആദ്യമായിട്ടായിരുന്നു അവൻ അവരെ കാണുന്നത്. അമ്മ തന്നെ അടിക്കുന്നതും ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു.
എങ്കിലും പേടിയോടെ അവൻ ചോദിച്ചു, അവൾ എന്ത് തീരുമാനമാണ് എടുത്തത്? ദേവകി അവനെ തുറിച്ചു നോക്കി. എന്നും അവളെ പീഡിപ്പിക്കുന്ന ഒരുവനെ അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ പേടിച്ച് പിന്നിലേക്ക് മാറി. അവൾക്ക് ഇനി നിന്നെ വേണ്ടെന്ന്, നീയുമായുള്ള എല്ലാ ബന്ധവും ഒഴിഞ്ഞു പോവുകയാണെന്ന്. ഇപ്പോൾ അവരുടെ ശബ്ദം സങ്കടം കൊണ്ട് വിറച്ചിരുന്നു. രാജീവ് ഞെട്ടിത്തരിച്ചുപോയി. അമ്മേ, അത് പാവം ഒരു കുട്ടിയായിരുന്നടാ. എല്ലാം എൻ്റെ തെറ്റാണ്. അവളുടെ ജീവിതം ഞാൻ തന്നെയാണ് നശിപ്പിച്ചു കളഞ്ഞത്. അവർ വിതുമ്പിക്കരഞ്ഞു. അമ്മേ, മിണ്ടിപ്പോകരുത്. നീ എൻ്റെ വയറ്റിൽ തന്നെയാണോടാ നീ ജനിച്ചത്? അവളോടുള്ള നിൻ്റെ പെരുമാറ്റത്തെ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചതുകൊണ്ടുള്ള നീ വെറും വാശിയായിട്ടേ ഞാൻ ഇതുവരെ കണ്ടിരുന്നുള്ളൂ. അത് കുറച്ചു കഴിയുമ്പോൾ മാറുമെന്നും ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഞാനല്ലേടാ നിന്നെ വളർത്തിയത്. ഒരു പെണ്ണിൻ്റെ മനസ്സെന്താണെന്ന് നിനക്കറിയാതെ പോയല്ലോടാ. അവർ പൊട്ടിക്കരഞ്ഞുപോയി. രാജീവ് ഓടി വന്ന അമ്മയുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. സോറി അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ. എന്നോടല്ല നീ ക്ഷമ ചോദിക്കേണ്ടത്, നിൻ്റെ ഭാര്യയോടാണ്. അവർ പെട്ടെന്ന് പിന്നിലേക്ക് മാറി നിന്നുകൊണ്ട് പറഞ്ഞു. അമ്മേ, അവൻ നിറഞ്ഞ കണ്ണുകളോടെ അമ്മയെ നോക്കി. എന്നാൽ അവർ ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് തന്നെ പോയി. രാജീവ് തളർന്ന് നിലത്തിരുന്നു. ദേവകി അനുവിൻ്റെ ഉപരിപഠനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രോഗിയായ അമ്മയ്ക്ക് താങ്ങാകാൻ താൻ പഠനം നിർത്തി ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ തൻ്റെ തെറ്റുകൾക്കുള്ള ഒരു പ്രായശ്ചിത്തമെന്നോണം അനുവിൻ്റെ പഠന ചെലവുകൾ ഏറ്റെടുക്കാൻ തയ്യാറായ ദേവകി M.Com ബിരുദവും ഒപ്പം ബാങ്ക് പരീക്ഷാ പരിശീലനവും പൂർത്തിയാക്കാൻ അവളെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. അവരുടെ സ്നേഹവാക്കുകൾക്ക് മുന്നിലൊടുവിൽ അനു M.Com-ന് ചേരാൻ സമ്മതം മൂളി. ഒരാഴ്ച വീണ്ടും കടന്നുപോയി. ഒരു ദിവസം രാവിലെ പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ട് സുമിത്ര ചെന്നു നോക്കി. അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ച് മടിച്ചു നിൽക്കുന്ന രാജീവിനെ കണ്ട് അവർ സന്തോഷത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു. മോനോ, എന്താ അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് കയറി വാ. മോളെ, ഇതാ രാജീവ് വന്നിരിക്കുന്നു. അവൻ വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അടുക്കളയിൽ ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അനു. അത് കേട്ടൊന്ന് വിറച്ചുപോയി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വന്നു. രാജീവേട്ടൻ. അവളുടെ ചുണ്ടുകൾ പതുക്കെ മൊഴിഞ്ഞു. മോളെ, നീ എവിടെയാ? സുമിത്രയുടെ വിളി വീണ്ടും വന്നു. അവൾ പെട്ടെന്ന് കണ്ണുകളും മുഖവും തുടച്ച് മുഖത്ത് ഗൗരവം വരുത്തി പുറത്തേക്ക് വന്നു. ഇതാ വരുന്നു അമ്മേ എന്ന് വിളി കേട്ടുകൊണ്ട് അവൾ അവരുടെ അരികിലേക്ക് ചെന്നു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ വിളിച്ചത്? അത് കൊള്ളാം, നിനക്കെന്താ പറ്റിയതാനു? മോൻ വന്നത് കണ്ടില്ലേ നീ? കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക? സുമിത്ര ഒരു ചിരിയോടെ അനുവിനെ നോക്കി പറഞ്ഞു. എടുക്കാം, അവൾ പതുക്കെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ ആരും കാണാതെ പെട്ടെന്ന് തുടച്ചു മാറ്റി. രാജീവിന് ചായ കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയ അനുവിനോട് നിങ്ങൾ സംസാരിക്കുക എന്നും പറഞ്ഞ് സുമിത്ര അടുക്കളയിലേക്ക് മാറി. രാജീവ് ചായ കുടിക്കുന്നതിനിടയിൽ അവളെ ഒന്ന് തല ഉയർത്തി നോക്കി. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ചായക്കപ്പ് ടീപ്പോയിൽ വെച്ച് അവൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ ചെന്ന് നിന്നു. അവൾ പെട്ടെന്ന് കുറച്ച് പുറകിലേക്ക് മാറി. അനു. അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറിയിരുന്നു. എന്നാൽ അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അനു, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല. ആൻറ്റിയുടെ ആരോഗ്യം ശരിയായാൽ നീ തിരിച്ചു വരണം നമ്മുടെ വീട്ടിലേക്ക്. എനിക്ക് നീയില്ലാതെ പറ്റില്ല അനു. ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവൻ ഒരു യാചന പോലെ പറഞ്ഞു. അനു അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. നിങ്ങളുടെ ആ സ്നേഹം ഞാൻ അനുഭവിച്ച് മടുത്തിരിക്കുന്നു രാജീവേട്ട. ദയവ് ചെയ്ത് ഇനി മേലാൽ ആ സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. ഇതെൻ്റെ അപേക്ഷയാണ്. അവൾ കൈകൾ കൂപ്പി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തോറ്റുപോയവനെ പോലെ അവൻ തല താഴ്ത്തി ആ പടിയിറങ്ങി നടന്നു. ഒന്നിനും കാത്തു നിൽക്കാതെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരുന്നു. സുമിത്ര പതുക്കെ ആരോഗ്യം വീണ്ടെടുത്തു. അനു M.Com പഠനത്തിനായി കോളേജിൽ ചേർന്നു. പതുക്കെ അവൾ പഴയ അനുവായി മാറുകയായിരുന്നു. വീണ്ടും അവളുടെ കളിച്ചിരികളും കുസൃതികളും ആ വീട്ടിലേക്ക് മടങ്ങിയെത്തി. മകളുടെ ആ മാറ്റം കാണുമ്പോൾ സുമിത്രയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇതൊക്കെ കാണുമ്പോൾ ദേവകിയുടെ കണ്ണുകൾ അറിയാതെ ഇറനണിയും. അവൾക്ക് എല്ലാ നന്മകളും വരണേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്ന് കോളേജിൽ നിന്നും വന്ന് വീട്ടിലേക്ക് കയറിയ സമയത്താണ് ദേവകിയുടെ ഫോൺ അനുവിനെ തേടി എത്തിയത്. ഫോണിലൂടെ കേട്ട ആ വിവരം അവളുടെ കാലുകളെ ഒരു നിമിഷത്തേക്ക് നിശ്ചലമാക്കി. ഹൃദയം വല്ലാതെ പടമട മിടിക്കാൻ തുടങ്ങി. അനുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് സുമിത്ര വല്ലാതെ പേടിച്ചുപോയി. എന്തു പറ്റി മോളെ? സുമിത്ര പരിഭ്രമത്തോടെ ചോദിച്ചു. അമ്മേ, അത് രാജീവേട്ടൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോഴാണ് അത്ര അപകടമുണ്ടായത്. അനുവിൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് മോനെന്തേലും പറ്റിയോ? സുമിത്ര വിക്കി ചോദിച്ചു. എന്തോ ഫ്രാക്ചർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പരിഭ്രമം കാരണം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അനുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു.
മോളെ വേഗം ഡ്രസ്സ് മാറ്റ്, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. ഞാൻ എത്ര ദിവസമായി മോളോട് പറയുന്നു, എൻ്റെ അസുഖമെല്ലാം മാറി, ഇനി നീ അങ്ങോട്ട് തിരികെ പോകാൻ. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ കേട്ടില്ല. ദേവകിയും എന്താ ഇതിലൊന്നും ശ്രദ്ധിക്കാത്തത് എന്നാവോ. സുമിത്ര വിഷമത്തോടെ ഓരോന്ന് പറയാൻ തുടങ്ങി. അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കെ, ഒന്നും ഉണ്ടാകില്ല, നമുക്ക് വേഗം പോയി നോക്കാം. അനു സുമിത്രയുടെ കൈകളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ഒട്ടും സമയം കളയാനില്ലാതെ രാജീവിനെ പ്രവേശിപ്പിച്ചിരുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചേർന്നു. ICUവിന് മുന്നിലെ വരാന്തയിൽ ആകെ തളർന്നിരിക്കുന്ന ദേവകിയെയാണ് അവർ കണ്ടത്. അനുവിനെ കണ്ടതും ദേവകി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവിടെയുണ്ടായിരുന്ന കുടുംബ സുഹൃത്ത് അരവിന്ദേട്ടനാണ് അപകടത്തിൻ്റെ വിവരങ്ങൾ അവരോട് വിശദമായി പറഞ്ഞത്. രാജീവിൻ്റെ വലതുകാലിലെ തുടയലിൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു മാറിയതിനാൽ അടിയന്തരമായി സർജറി ചെയ്ത് സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. വലതു കൈയിലെ എല്ല് പൊട്ടിയതിനാൽ നിലവിൽ പ്ലാസ്റ്റർ ഇട്ട് കെട്ടിവച്ചിരിക്കുകയാണ്. കൂടാതെ തലയിടിച്ച് വീണതിനാൽ നെറ്റി വല്ലാതെ പൊട്ടി തുന്നലും ഇട്ടിട്ടുണ്ട്. ബൈക്ക് ഓടിച്ചിരുന്ന അവൻ്റെ സുഹൃത്തിൻ്റെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു. അവൻ്റെ 2 കാലുകൾക്കും തലയ്ക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അവനും ഇപ്പോൾ ICUവിൽ കിടക്കുകയാണ്. വേദന സംഹാരികൾ നൽകിയതിനെ തുടർന്ന് രാജീവ് അബോധാവസ്ഥയിലാണ്. കട്ടിലിൽ കൈകാലുകളിൽ കെട്ടുകളുമായി കിടക്കുന്ന അവനെ കണ്ടപ്പോൾ അനുവിൻ്റെ ഉള്ളിൽ സമ്മിശ്രമായ വികാരങ്ങൾ അലയടിച്ചു. രാജീവിൻ്റെ ഈ അവസ്ഥ കണ്ട് സുമിത്ര അനുവിനോട് ആശുപത്രിയിൽ കൂട്ടിയിരിക്കാൻ പറഞ്ഞു. എന്നാൽ അമ്മയോട് എന്ത് പറയണമെന്നറിയാതെ അനു മടിച്ചു നിന്നപ്പോൾ ദേവകി തന്നെ ഇടപെട്ടു. സുമിത്രേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മോൾക്ക് ഒരുപാട് പഠിക്കാനുള്ളതല്ലേ. ദിവസവും കോളേജിലും പോകണം. അതൊന്നും മുടക്കാൻ പറ്റില്ല. ഇവിടെ അവനെ നോക്കാൻ എനിക്ക് കഴിയും. പിന്നെ നഴ്സുമാരുമുണ്ടല്ലോ. എന്താ ദേവകി നീ പറയുന്നത്? അവളുടെ ഭർത്താവ് ഇങ്ങനെ കിടക്കുമ്പോൾ അവനെ നോക്കാതെ അവൾ കോളേജിൽ പോവേ? നിനക്കിത് എന്തു പറ്റി? സുമിത്ര സംശയത്തോടെ ദേവകിയെ നോക്കി. അതിനെന്താ സുമിത്രേ, അവന് ഇതൊരു അപകടം പറ്റിയതല്ലേ. അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ കുട്ടിയുടെ ഭാവി കളയാൻ എനിക്ക് താല്പര്യമില്ല. അവൾ ഇനിയും വിഷമിക്കാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. അപ്പോൾ അവനെ നോക്കാൻ എനിക്ക് കഴിയും. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോയാലും 2-3 മാസത്തേക്ക് ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ മതിയല്ലോ. ഇത് മുൻപത്തെ കാലമൊന്നുമല്ല സുമിത്രേ. അവൾ അവിടെ നിന്ന് തന്നെ കോളേജിൽ പോയിക്കോട്ടെ. അതിലൊരു തെറ്റുമില്ല, ദേവകി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു.